Assalamualaikum warahmatullahi wabarakatuh. وعليكم السلام ورحمة الله. Alhamdulillah. الذي أنزل آيات بينات وكتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات تدبر القرآن من آيات من سورة البقرة تحت إشراف فهم القرآن على أيسر الطريق. ഖുർആൻ പഠനത്തിന് എളുപ്പമുള്ള രീതിയിൽ നടന്നു വരുന്ന തദബ്ബുറുൽ ഖുർആൻ, സൂറത്തുൽ ബഖറയുടെ തദബ്ബുറുൽ ഖുർആൻ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഏതോ ഒരു ബട്ടണല്ല, കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നതിന് പകരം അത് ഫോണിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ആണ് ഒരു 10 മിനിറ്റ് ലേറ്റ് ആയത്. 35-ന് തുടങ്ങേണ്ടതായിരുന്നു. അത് പിന്നെ ഒരു വിധത്തിൽ അത് വോയിസ് കണക്ട് ആകുന്നില്ല. എന്തായിരുന്നാലും ടെക്നിക്കൽ സംഗതി ചിലപ്പോഴല്ല പലപ്പോഴും നമ്മുടെ സമയം കലയാറുണ്ട്. അതായത് നമുക്കിന്ന് 34-ാമത്തെ എപ്പിസോഡാണ്. 225 മുതൽ 230 വരെയുള്ള സൂക്തങ്ങളാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. പല കാര്യങ്ങളും നിയമപരമായി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട സംഗതികൾ കൂടിയാണ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇട്ടു തന്ന വീഡിയോ നിങ്ങൾ ഉണ്ടാകേണ്ടതാണ്. അതിൽ കുറെ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് വായിച്ചു നോക്കാം. ഇന്ന് വീഡിയോ കണ്ടില്ലല്ലോ. അല്ല, നേരത്തെ തന്നെ തന്നിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. നേരത്തെ തന്നെ തന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിന് ശേഷമുള്ള ഞാനിപ്പോ അത് നോക്കിയിട്ടാണ് ആ ക്ലാസ് ഞാനൊന്നും കേട്ടത്. നിങ്ങൾക്ക് ഇട്ടു തന്ന ലിങ്ക് നോക്കിയിട്ടാണ് ഞാനത് ഇട്ടത്. അപ്പൊ നിങ്ങൾ അത് നേരത്തെ തന്നെ കേട്ട് കാണും. ഹംറിനെ കുറിച്ച് പറഞ്ഞതല്ലേ അത് ആയിരുന്നേ? അത് ഹംറിനെ ഞാനിട്ടതല്ല, എന്റെ വീഡിയോ അല്ല. ക്ലാസ് എടുക്കാൻ പോകുന്ന ക്ലാസ്സിനെ കുറിച്ചുള്ള അറബി വീഡിയോ കേൾക്കണമെന്ന് പറഞ്ഞു. അതന്നെ, അതായിരുന്നു അതെന്ന് തോന്നുന്നു. അതാണ് ഹംറിനെ കുറിച്ചുള്ള തലാഖിനെ കുറിച്ചുള്ള ആയത്ത് അത് ഇട്ടു തന്നിട്ടുണ്ട്. ഉറപ്പായും വന്നിട്ടുണ്ട്. ഉറപ്പായും വന്നിട്ടുണ്ട്. ഞാൻ അതിൽ നിന്നാണ് എടുത്ത് കേട്ടത് ഇപ്പോഴും. എനിക്ക് പലതും നോക്കാൻ പറ്റിയില്ല. പക്ഷെ എന്തായാലും നിങ്ങളോട് കേൾക്കാൻ പറഞ്ഞ് ഏതാണോ അത് ഒന്ന് കേട്ടിരിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് തന്നെ കേട്ടതാണ്. അതുകൊണ്ട് ഈ ലിങ്കിൽ നിന്നാണ്, ഈ ഗ്രൂപ്പിൽ നിന്നാണ് എടുത്തത്. അതിന് എളുപ്പമുണ്ട്, അത് സംശയമല്ല. നിങ്ങൾ നേരത്തെ കേട്ട് കാണും. കേട്ടിട്ട് ബോധം ഉണ്ടാവില്ല. അതാണ് പ്രശ്നം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا يؤاخذكم الله باللغو في أيمانكم ولكن يؤاخذكم بما كسبت قلوبكم والله غفور حليم. للذين يؤلون من نسائهم تربص 4 أشهر فإن شاءوا فإن الله غفور رحيم وإن عزموا الطلاق فإن الله سميع عليم. والمطلقات يتربصن بأنفسهن 3 قروء ولا يحل لهن أن يكتمن ما خلق الله في أرحامهن إن كن يؤمن بالله واليوم الآخر وبعولتهن أحق بردهن في ذلك إن أرادوا إصلاحا ولهن مثل الذي عليهن بالمعروف وللرجال عليهن درجة والله عزيز حكيم. الطلاق مرتان فإمساك بمعروف أو تصريح بإحسان
ولا يحل لكم أن تأخذوا مما آتيتموهن شيئا إلا أن يخافا ألا يقيما حدود الله فإن خفتم ألا يقيما حدود الله فلا جناح عليهما فيما افتدت به تلك حدود الله فلا تعتدوها ومن يتعد حدود الله فأولئك هم الظالمون فإن طلقها فلا تحل له من بعد حتى تنكح زوجا غيره فإن طلقها فلا جناح عليهما أن يتراجعا إن ظنا أن يقيما حدود الله وتلك حدود الله يبينها لقوم يعلمون لا يؤاخذكم അഖദ എന്ന് പറഞ്ഞാൽ എടുത്തു പിടിച്ചു എന്നാണ്. ഇവിടെ ആഹദയാണ്. അഖദ എന്ന് പറഞ്ഞാൽ ശിക്ഷിച്ചു എന്നാണ്, പിടികൂടി ശിക്ഷിച്ചു. ലാ യുആഖിദുകുമുല്ലാഹു ബില്ലഗ്വി. ലഗ്വ് നമുക്കറിയാം, പാഴ്വാക്ക്. ഫി ഐമാനിക്കും ലഗായൽഗു മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് ലാഗിൻ എന്ന് പറഞ്ഞാൽ ഇല്ലാതെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ റെസിപ്റ്റിന്റെ മുകളിൽ 2 വര വരച്ചിട്ട് ക്യാൻസൽ ചെയ്തു ലാഗിൻ എന്ന് എഴുതും. അപ്പൊ ലഗായൽഗു എന്ന് പറഞ്ഞാൽ പാഴായത്, പാഴായി. ലാഗിൻ പാഴായത്, ലഗ്വ് പാഴ്വാക്ക്. സൂറത്ത് ഫി ഐമാനിക്കും നിങ്ങളുടെ ശപഥങ്ങളിൽ. ശപഥങ്ങളിൽ പാഴ്വാക്ക് പാഴ്വാക്കിനാൽ അള്ളാഹ് നിങ്ങളെ ശിക്ഷിക്കുകയില്ല. വലാകിൻ യുആഖിദുകും ബിമാ കസബത് ഖുലൂബുകും. അവിടെ എന്താണ്? മീമിനെ സുക്കൂൻ വന്ന മീമിനെ എന്താണ് ശേഷം ബാ ആയതുകൊണ്ട് മറച്ച് മണിക്കണം, ടൈറ്റ് ആക്കാൻ പാടില്ല. വലാകിൻ യുആഖിദുകും ബിമാ കസബത് ഖുലൂബുകും. നിങ്ങളുടെ ഹൃദയങ്ങൾ പ്രവർത്തിച്ചതിനാലാണ്. മനഃപൂർവ്വം പറഞ്ഞാൽ മനസ്സിരുത്തി ശപഥം ചെയ്തതിന് നിങ്ങൾക്ക് അതിനെ ലംഘിച്ചാൽ ശിക്ഷ കിട്ടും, അല്ലെങ്കിൽ തെറ്റായി ശപഥം ചെയ്താൽ അതിന് ശിക്ഷ കിട്ടും. വല്ലാഹു ഗഫൂറുൻ ഹലീം. അള്ളാഹ് പുറത്തു കൊടുക്കുന്നവനും സഹനശീലനുമാണ്. അപ്പൊ ചിലപ്പം സത്യം ചെയ്തു പോയി, ചിലപ്പോൾ മനഃപൂർവ്വമല്ലാതെ കോപിഷ്ഠനായിരിക്കുന്ന സന്ദർഭത്തിലോ അങ്ങനെ മനഃപൂർവ്വമല്ലാതെ പറഞ്ഞു പോയാൽ അതിൽ അള്ളാഹ് ശിക്ഷിക്കുകയില്ല. അതേസമയം യമീൻ ഖമൂസ് എന്ന് പറയുന്നത് എന്താ? അതായത് കള്ളസത്യം. കള്ളസത്യം എന്ന് പറഞ്ഞാൽ വൻ പാപങ്ങളിൽപ്പെട്ട. നമ്മൾ പലപ്പോഴും അറിയാതെ ചെയ്യുമെന്നൊക്കെ പറയും. അങ്ങനെ കള്ളസത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തില്ല എന്ന് ചെറുതും ചെയ്യും. അങ്ങനെ സത്യം ചെയ്യല് 2 രീതിയിലുണ്ട്. ഞാൻ അങ്ങനെ ഭാവിയിൽ ചെയ്യും എന്നും ഞാൻ ചെയ്തില്ല അല്ലെങ്കിൽ ചെയ്തു എന്നും പറയുന്നതൊക്കെ സത്യം തന്നെയാണ്. ഞാൻ ചെയ്യാം എന്ന് ഏക്കുമല്ലോ, ആ ഏക്കുന്നതും സത്യമാണ്. ഞാൻ ചെയ്തില്ല എന്ന് നിഷേധിക്കുന്നതും സത്യമാണ്. ഞാൻ ചെയ്തു എന്ന് പറയുന്നതും സത്യം ചെയ്ത് പറയുന്നതും സത്യമാണ്. വല്ലാഹി ഞാനങ്ങനെ ചെയ്തിട്ടില്ല, വല്ലാഹി ഞാനങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് സത്യമാണ്. ഭാവി ഞാനങ്ങനെ ചെയ്യും എന്ന് പറയുന്നതും സത്യമാണ്. അങ്ങനെ സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സുഹൃത്ത് മായതയെ പഠിക്കും, അതിന് പ്രായശ്ചിത്തം കൊടുക്കണം. അതായത് ശബ്ദത്തിൽ നിന്ന് പിന്മാറുന്നതിന് വേണ്ടി പ്രായശ്ചിത്തം കൊടുക്കണം. ഇനി അതല്ലെങ്കിൽ ശബ്ദം ഹലാലായതാണെങ്കിൽ നിറവേറ്റുക തന്നെ വേണം. അതല്ല നമ്മൾ കോപിഷ്ഠനായിരിക്കുന്ന സന്ദർഭത്തിലോ അല്ലെങ്കിൽ മനഃപൂർവ്വമല്ലാതെയോ വാക്കിൽ വന്നുപോയാൽ അതിനുള്ള ശിക്ഷിക്കുന്നതല്ല, മറിച്ച് എന്ത് ചെയ്യണം? അവിടെയും അത് കുഴപ്പമില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. മനഃപൂർവ്വമായതിനാണ് ചെയ്യുന്നത് പ്രായശ്ചിത്തം കൊടുക്കുന്നത്. ഐമാനിക്കും യമീനിന്റെ ബഹുവചനമാണ് ഐമാൻ. വലാകിൻ യുആഖിദുകും ബിമാ കസബത് ഖുലൂബുകും വല്ലാഹു ഗഫൂറുൻ. അള്ളാഹ് പുറത്തു കൊടുക്കുന്നവനാണ്. ഹലീമുൻ, നിങ്ങളെ വീഴ്ചയിൽ അള്ളാഹ് സഹിക്കുന്നവനാണ്, സഹനശീലനുമാണ്.
ലില്ലദീന യുഅ്ലൂന മിൻ നിസാഇഹിം. അപ്പൊ ആല യുഇലി, ആല യുഇലി, ആമന യുഅ്മിനു എന്ന് പറഞ്ഞു. എന്താണ്? ഭാര്യയെ സമീപിക്കുകയില്ല എന്ന് ശപഥം ചെയ്തു. ഭാര്യയെ സമീപിക്കുകയില്ല എന്ന് ശപഥം ചെയ്യുന്നതിനാണ് ആല യുഇലി എന്ന് പറയുന്നത്. അതിന്റെ ക്രിയാധാതുവാണ് ഈല. ഈല ഈല എന്നാണ് അതിന് പറയുന്നത്. നമ്മൾ തൊലാഖ് എന്ന് പറയും, വിവാഹമോചനം തൊലാഖ് എന്ന് പറയുന്ന പോലെ, വിവാഹത്തിന് നിക്കാഹ് എന്ന് പറയുന്ന പോലെ എന്താണ്, ഭാര്യയെ സമീപിക്കുകയില്ല എന്ന് ഭർത്താവ് ശപഥം ചെയ്യുന്നതിനാണ് ഈല എന്ന്. അപ്പൊ ശപഥം ചെയ്യാം, ഞാൻ ഭാര്യയെ സമീപിക്കുകയില്ല എന്ന് നേരത്തെ പറഞ്ഞ പോലെ അതൊരു സത്യമാണ്. അങ്ങനെ ശപഥം ചെയ്യാം, സത്യം ചെയ്യാം, വല്ലാഹി ഞാൻ നിന്നെ സമീപിക്കില്ല. ഏതുവരെ ഉണ്ടാവോ? തറബ്ബുസു അർബഅത്തി അശ്ഹുർ, 4 മാസം അവര് കാത്തിരിക്കണം. എന്ത് ചെയ്യണം? 4 മാസം വരെ കാത്തിരിക്കണം എന്ന് പറഞ്ഞാൽ 4 മാസം വരെയാണ് അത് അതിന് വാലിഡിറ്റി ഉള്ളത്. അപ്പൊ 4 മാസത്തിനകത്തുള്ള ഒരു ഈല പുരുഷന് അവകാശപ്പെട്ടതാണെന്നാണ്. അങ്ങനെ ഈല ചെയ്യാം, ഞാൻ നിന്നെ സമീപിക്കുകയില്ല 1 മാസത്തേക്ക് 2 മാസത്തേക്ക്, അങ്ങനെ 4, 3, 12, 120 ദിവസം, 121 ദിവസത്തിനകത്തുള്ള ഒരു ഡേറ്റിൽ എന്ത് ചെയ്യാം? ശപഥം ചെയ്യാം. പക്ഷെ അവിടെ ശപഥം ലംഘിച്ചാൽ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞതുപോലെ അതിന് പ്രായശ്ചിത്തം കൊടുക്കണം. 10 പേർക്ക് ആഹാരം കൊടുത്ത മസാക്കിന് പിന്നെ ഔഷധി മാത്രം കഴിയുമ്പോൾ അഹ്ലീക്കും ഔ കിസ്വത്തും, അല്ലെങ്കിൽ 10 പേർക്കുള്ള ഡ്രസ് കൊടുക്കുക, ഔ തഹ്ലീർ റഖബ, അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കുക. ഫമല്ല മജിദ് ഫസിയാമു സലാസത്തി അയ്യാം, അല്ലെങ്കിൽ 3 ദിവസം നോമ്പിച്ചു. അതാണ് അതിൽ ശപഥത്തിൽ നിന്നുള്ള അതിന്റെ പ്രായശ്ചിത്തം. അപ്പൊ അങ്ങനെ 4 മാസം വരെ ചെയ്യാം. 4 മാസം കഴിഞ്ഞാൽ അത് പാടില്ല. റബ്ബുസ് അർബഅത്തി അശ്ഹുർ. പിന്നെ അത് കഴിഞ്ഞ് ചെയ്യണം, 4 മാസം കഴിഞ്ഞ് ഞാൻ സമീപിക്കില്ല, 4 മാസം കഴിഞ്ഞുള്ള ഒരു അവധി പറഞ്ഞാൽ എന്താണ്? ഇന്നല്ലാഹ ഗഫൂർ റഹീം. അതിനിടയ്ക്ക് മടങ്ങിയാൽ ഈ 4 മാസത്തിൽ ഞാൻ നിന്നെ സമീപിക്കുകയില്ല എന്ന് പറഞ്ഞു. ഇല്ല എന്ന് പറഞ്ഞാൽ അവരെയും നിശ്ചയിച്ചില്ല. 4 മാസം വരെ എന്ത് ചെയ്യണം? പെണ്ണ് കാക്കണമെന്നാണ്. 4 മാസം വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ മടങ്ങിയാൽ ഇന്നല്ലാഹു ഗഫൂർ റഹീം, അള്ളാഹ് പുറത്തു കൊടുക്കുന്നവനും കാരുണ്യവാനുമാണ്. അപ്പൊ എന്ത് ചെയ്യണം? മടങ്ങുമ്പോൾ എന്ത് ചെയ്യണം? ശപഥത്തിന് പ്രായശ്ചിത്തം നൽകണം. അത് വേറെ കാര്യം. എന്താ ഇപ്പൊ പറഞ്ഞത് മനസ്സിലായില്ല. ശപഥം എങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞത്? അപ്പൊ മടങ്ങിയാലോ? ശപഥം ചെയ്താൽ ഭാര്യയെ സമീപിക്കുകയില്ല എന്ന് ഭർത്താവ് സമ്മതിക്കില്ല. ആ 4 നിങ്ങൾ മാസത്തിനുള്ളിൽ ഇടയിൽ നെറ്റ് കട്ടായി കളയരുത് കേട്ടോ. നെറ്റ് കട്ടായി കളയരുത്. അതേപോലെ പറയുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം. ചില കാര്യങ്ങൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആവർത്തിച്ച് പറയാൻ പറ്റില്ല. ഒരാൾ ഭാര്യയെ സമീപിക്കുകയില്ല എന്ന് ശപഥം ചെയ്തു, മടങ്ങിയാൽ എന്ന് പറഞ്ഞാൽ അയാൾ ശപഥം ലംഘിച്ചു ഭാര്യയെ സമീപിച്ചാൽ എന്ത് ചെയ്യണം? ശപഥം ലംഘിച്ചതിനുള്ള പ്രായശ്ചിത്തം അദ്ദേഹം നൽകണം. അത് വേറെ കാര്യം. അതോടൊപ്പം അദ്ദേഹം ആ ശപഥം ലംഘിച്ച് മടങ്ങി വന്നാൽ എന്ന് പറഞ്ഞാൽ ഭാര്യയെ സമീപിച്ചാൽ അവിടെ എന്താണ്? എന്ന് പറഞ്ഞാൽ മടങ്ങി എന്നല്ലേ അർത്ഥം. മടങ്ങിയാൽ പ്രായശ്ചിത്തം ലംഘിച്ച് മടങ്ങി വന്നാൽ അവന് കൊള്ളാം എന്നാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. മടങ്ങിയാൽ അതാണ് നല്ലത്. ഇന്നല്ലാഹു ഗഫൂർ റഹീം, അള്ളാഹ് പുറത്തു കൊടുക്കുന്നവനും കരുണയുള്ളവനുമാണ്. അപ്പൊ എന്ത് ചെയ്യണം? പ്രായശ്ചിത്തം ചെയ്യണം. സത്യം ചെയ്തതിന് പ്രായശ്ചിത്തം ചെയ്യണം. ഏത് നിലയ്ക്കായിരുന്നാലും 4 മാസം വരെയേ അത് ആകാവൂ. അപ്പൊ അയാള് ഞാൻ 3 മാസം ഭാര്യയെ സമീപിക്കുകയില്ല എന്ന് പറഞ്ഞു, 3 മാസം സമീപിച്ചില്ല, കുഴപ്പമൊന്നുമില്ല. അയാൾ എന്തില്ല, അയാൾക്ക് കുറ്റമൊന്നുമില്ല. 3 മാസം വരെ സമീപിക്കില്ല, സത്യം ചെയ്തു സമീപിച്ചില്ല. ഇനി
3 മാസത്തിനകം സമീപിച്ചാൽ അതിന്റെ അർത്ഥം അയാളുടെ സത്യം ലംഘിച്ചു എന്നാണ്. അപ്പൊ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ സത്യം ലംഘിച്ചതിന്റെ പ്രായശ്ചിത്തം നൽകണം. അങ്ങനെ 4 മാസം കഴിഞ്ഞു മടങ്ങി വന്നാൽ, എന്ന് പറഞ്ഞാൽ ഭാര്യ സമീപിച്ചാൽ, ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അള്ളാഹ് പുറത്തു കൊടുക്കുന്നവൻ കരുണയുള്ളവനാണ്. അള്ളാഹ് പുറത്തു കൊടുക്കും. ഇൻ അസമു തലാഖ, അങ്ങനെ മടങ്ങി വന്നില്ല, അല്ലെങ്കിൽ ഭാര്യ സമീപിച്ചില്ല, 4 മാസം വരെ ഭാര്യ സമീപിച്ചില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? തലാഖ് ചെല്ലണം, തലാഖ് ചെയ്യണം. അങ്ങനെ ഇൻ അസമു തലാഖ, അസമ തീരുമാനിച്ചുറച്ചു, ഇൻ അസമു തലാഖ, അങ്ങനെ അയാള് തലാഖ് ചെല്ലാൻ തീരുമാനിച്ചാൽ, അസമു തലാഖ ഇന്നല്ലാഹ സമീഉൻ അലീം, അള്ളാഹ് കേൾക്കുന്നവനും നന്നായി കേൾക്കുന്നവനും നന്നായി അറിയുന്നവനുമാണ്. അപ്പൊ ഇവിടെ വൈൻ അസമു ത്വലാഖ എന്ന് പറഞ്ഞാൽ ത്വലാഖ് ചെയ്യാൻ തീരുമാനിച്ചാൽ, വിവാഹമോചനം നടത്താൻ തീരുമാനിച്ചാൽ അതിൻ്റെതായ നിലയ്ക്ക് നിർവഹിക്കണം എന്നർത്ഥം. അതിൻ്റെതായ നിയമങ്ങൾ അനുസരിച്ച് അത് നിർവഹിക്കണം. അയാൾ എന്ത് പറഞ്ഞു? അള്ളാഹ് നന്നായി കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. നീ എന്തർത്ഥത്തിലാണ് ത്വലാഖ് ചെയ്തത്, വിവാഹമോചനം നടത്തിയത് എന്ന് എന്തുദ്ദേശത്തിലാണ്? വിവാഹമോചനം നടത്തി പിന്നെയും തിരിച്ചെടുക്കാനും, അവധിക്കാകും പിന്നെയും തിരിച്ചെടുക്കാനും, അല്ല വിവാഹമോചനം ചെയ്ത് പിന്നെ തിരിച്ചെടുക്കുക, പിന്നെ എന്ത് ചെയ്യുക, വിവാഹമോചനം ചെയ്യുക, അങ്ങനെ ആവർത്തിക്കുക, അല്ലെ പെണ്ണിനെ എന്തെങ്കിലും നിലയ്ക്ക് ബുദ്ധിമുട്ടിക്കാനുള്ള ഉദ്ദേശമാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അള്ളാഹ് സൂക്ഷ്മമായി അറിയുന്നവനും നീ പറഞ്ഞത് എന്താണ് എന്ന് നന്നായി കേൾക്കുന്നവനുമാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയാം, ഞാൻ അങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറയാം. അതെല്ലാം അള്ളാഹ് കൃത്യമായി കേൾക്കുന്നവനാണ്. അപ്പോ അതിൻ്റെതായ നടപടിക്രമം അനുസരിച്ച് നിർവഹിക്കണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. വൽ മുത്തല്ല, അപ്പൊ എന്തായിരിക്കണം? അവിടെ ഇഖ്ലാസോടുകൂടി ആയിരിക്കണം ചെയ്യേണ്ടത്. നിഷ്കളങ്കതയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി തീരുമാനിക്കുന്ന കാര്യത്തിൽ ഉറച്ച് ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ, പ്രയാസപ്പെടുത്താത്ത രീതിയിൽ നിയമം കൃത്യമായും പാലിച്ചുകൊണ്ടാണ് നിർവഹിക്കേണ്ടത്. വൽ മുത്തല്ലഖാത്തു, അപ്പൊ മുത്തല്ലഖത്തുൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? തല്ലഖ, ത്വലാഖ് ചെയ്തു. മുതല്ലിഖുൻ എന്ന് പറഞ്ഞാൽ ഭർത്താവ്, വിവാഹം മോചനം നടത്തിയവൻ. മുതല്ലഖുൻ എന്ന് പറഞ്ഞാൽ വിവാഹമോചിത, അപ്പൊ സ്ത്രീ. മുതല്ലഖത്തുൻ എന്ന് പറഞ്ഞാൽ മുതല്ലഖത്തുൻ വിവാഹമോചിതയായ സ്ത്രീ. മുതല്ലഖ വിവാഹമോചിതരായ പെണ്ണുങ്ങൾ. യതറബ്ബസ്ന, അവരെന്ത് ചെയ്യണം? സൂക്ഷിച്ചിരിക്കണം. തറബ്ബസ് യതറബ്ബസു, അവര് സൂക്ഷിക്കണം. തറബ്ബസു എന്ന് പറഞ്ഞല്ലോ, അവരെന്ത് ചെയ്യണം? സൂക്ഷിക്കണം. യതറബ്ബസ്ന, നേരത്തെ പറഞ്ഞു തറബ്ബുസു അർബഅത്തി അശ്ഹുർ എന്ന് പറഞ്ഞല്ലോ, അവിടെ കാത്തിരിക്കണം എന്ന് പറഞ്ഞില്ലേ? ഫൈൻ ഫാഉ ഫൈനല്ലാഹു ഗഫൂർ റഹീം അന്ന് പറഞ്ഞതുപോലെ തന്നെ യതറബ്ബസ്ന, അവർ കാത്തിരിക്കണം. ബി അൻഫുസിഹിന്ന, അവർ സ്വയം. ഏതുവരെ? സലാസത ഖുറൂ, 3 ആർത്തവ കാലഘട്ടം. ആർത്തവ കാലഘട്ടമാണോ അല്ല ശുദ്ധി കാലഘട്ടമാണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തായിരുന്നാലും 3 ഘട്ടമാണ് ആർത്തവഘട്ടം. 3 ആർത്തവമായിരുന്നാലും 3 ശുദ്ധിയായിരുന്നാലും 3 ആർത്തവ കാലഘട്ടം അവർ കാത്തിരിക്കണം. അത് കഴിഞ്ഞിട്ടുള്ള നിയമങ്ങൾ വേറെ പറയുന്നുണ്ട്. 3 ആർത്തവം കഴിഞ്ഞാൽ മുമ്പാണോ ശേഷമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പൊ അവര് 3 ആർത്തവ കാലഘട്ടം കാത്തിരിക്കുക. വലാ യഹില്ലു ലഹുന്ന അൻ യക്തും, കതമ യക്തും, എന്താർത്ഥം?
മറച്ചു വെച്ചു. ആ മറച്ചു. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ തറബസിന എന്ന് പറഞ്ഞപ്പം അവിടെ എന്താണ് തറബസ് തറബസു ഏത് ക്രിയയാണ്, ഏത് ഗ്രൂപ്പിൽപ്പെട്ടതാണ്? തെതക്കർ. അപ്പൊ അതിന്റെ സ്ത്രീലിംഗ ബഹുവചനം, മറഞ്ഞ സ്ത്രീലിംഗ ബഹുവചനം. ഹു യതറബസു, ഹിയ തതറബസു, ഹും യതറബസൂന, ഹുന്ന യതറബസ്ന. കേട്ടോ? അവ പെണ്ണുങ്ങൾ എന്ത് ചെയ്യണം? യതറബസ്ന, യഫ്അൽന. അപ്പൊ അത് തദക്കർന എന്ന് പറയുന്നത് അത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ പോലും എന്താണ് തദക്കർ ഗ്രൂപ്പിൽപ്പെട്ടതാണ്. അതേസമയം ഇവിടെ എന്താണ് യക്തൂംന എന്ന് പറഞ്ഞല്ലോ, യക്തൂംന. അപ്പൊ എന്താണ് അത് നസ്ര ഗ്രൂപ്പിൽപ്പെട്ടതാണ്. മൂന്നക്ഷരമുള്ള ക്രിയ നിർബന്ധമായും നമ്മൾ എന്ത് ചെയ്യണം? സ്ത്രീലിംഗ ബഹുവചനത്തിന്റെ രൂപം നമ്മൾ എഴുതി പഠിക്കണം. അപ്പോ ഹുവ യഫ്അലു, ഹും യഫ്അലൂന, ഹിയ തഫ്അലു, ഹുന്ന യഫ്അൽന. അപ്പം ഹിയ തഫ്അലു, ഹുന്ന വരുമ്പോ എന്താവും? യായാണ് യഫ്അൽന. ഓക്കെ, ആ രൂപം എഴുതി പഠിക്കുക. അപ്പൊ നമ്മൾ വലിയ ടേബിള് ഉണ്ടായില്ലേ, മാസ്റ്റർ ടേബിൾ അവിടെ പ്രദർശിപ്പിച്ച് വെച്ചിട്ടുള്ള ആരുണ്ട്? ഫോട്ടോ എടുത്തായിരിക്കും. അപ്പൊ മാസ്റ്റർ ടേബിളൊക്കെ ഉണ്ടാകാൻ, വലിയ ടേബിളുകൾ ഉണ്ടാകാൻ പറഞ്ഞ എന്തിനാണ്? ഇടയിൽ നമ്മൾ പുതിയതായിട്ട് വലിയ സംഗതി ഉണ്ടാവും, അവിടെ കൊണ്ട് എഴുതി ചേർക്കാൻ. നിങ്ങൾക്ക് വലിയ ചാർട്ട് പേപ്പർ 7 രൂപ കൊടുത്ത ചാർട്ട് പേപ്പർ ഉണ്ട്, 7, 8 അല്ലെങ്കിൽ 10 ആയിരിക്കും, 25 രൂപ 100 രൂപ കൊടുത്താലും കുഴപ്പമില്ല. കാരണം എന്താണ്, പഠന ആവശ്യത്തിന് വേണ്ടി എത്ര പണം ചെലവഴിച്ചാലും ഒരു കുഴപ്പമില്ല. അതെല്ലാം എന്താണ് എൽമ്, തൊലബുൽ എൽമിലേക്ക് പോലും അതിലെല്ലാം എൽമിന്റെ കാര്യത്തിൽ ചെലവഴിച്ച എല്ലാം എന്താണ് അനവധി മടങ്ങ് പ്രതിഫലം കിട്ടും. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? യതഫ്അലു അവിടെ എഴുതിയിട്ട് ഹുന്ന യഫ്അൽന, അല്ലെങ്കിൽ ഫത്തഹാൻ എഴുതിയെങ്കിൽ ഹുന്ന യഫ്തഹന എഴുതിച്ചേക്കാം. അപ്പൊ നമുക്ക് അത് പ്രത്യേകം പഠിക്കേണ്ടതാണ്. അത് ഖുർആനിലുണ്ട്, ഇല്ലാത്തതുകൊണ്ടല്ല പഠിപ്പിക്കുക. പക്ഷെ എല്ലാം കൂടെ ആയാലും ആകെ കോംപ്ലിക്കേഷൻ ആവും. എന്നാണ് ഉസ്താദെ, ഒരു സംശയം ചോദിക്കട്ടെ. ലില്ലദീന യുഅ്ലൂന മിൻ നിസാഇഹിം തറബ്ബുസു അർബഅത്തി അശ്ഹുരിൻ എന്ന് പറഞ്ഞിട്ട് ആ ഗ്രാമർ അതിന്റെ ഒന്ന് പറഞ്ഞുതരൂ. ചില സംഗതികൾ എന്താണ്, ചില സംഗതികൾ അങ്ങനെ കൽപ്പന രൂപത്തിൽ പറഞ്ഞോളൂ. അതിനു മുമ്പ് ചില വാക്കുകൾ പറഞ്ഞല്ലോ. അതേപോലെ എന്താണ് തറബ്ബുസു എന്ന് പറഞ്ഞിട്ടുണ്ട്. തറബുസ് എന്താണ് യഥാർത്ഥത്തില്? മസ്ദറാണ്, ക്രിയാധാതുവാണ്. തറബുസ് ക്രിയാധാതു. അതെ, തറബ്ബുസ് എന്നല്ലേ വരൂ? തറബ്ബുസു എന്ന് വരുമോ? പിന്നെ എങ്ങനെ വരണം? ഇവിടെ തറബ്ബുസു എന്നാണല്ലോ വന്നുള്ളത്. അല്ല, തറബ്ബുസ് എങ്ങനെ വരണം? സ്വാദിന് സുക്കും വരണോ? ഇവിടെ അല്ല, ഇവിടെ വന്നിട്ടുള്ളത് പിന്നെ ഇവിടെ നമ്മാണ് പഠിക്കുന്നത്. നിങ്ങളെ ഉദ്ദേശത്തിൽ എന്താ വരേണ്ടത്? കാത്തിരിക്കൽ എന്നുള്ളത് വരുമ്പോ കാത്തിരിക്കൽ എന്ന് വരുമ്പോ എന്താ വരും? തദക്കുറുൻ അല്ലേ? തദക്കുർ, കാത്തിരിക്കലാണ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നിങ്ങൾ കാത്തിരിക്കൂ, അല്ലെങ്കിൽ ആ പെണ്ണുങ്ങൾ കാത്തിരിക്കട്ടെ എന്ന കൽപ്പനയോ ഒന്നുമല്ല പറഞ്ഞു. മറിച്ചാണ് ക്രിയാധാതുവാണ് പറഞ്ഞത്. നേരത്തെ പറഞ്ഞല്ലോ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, വേറൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ അവര് മടങ്ങി വന്നാൽ, അവർ തീരുമാനത്തിൽ പുനഃപരിശോധിച്ച് അവര് തിരിച്ചു വന്നാൽ. ഇവിടെ അർബാത്തി അശ്വരി വേണോ അതോ അർബാത്താന്ന് പറയാൻ പറ്റുമോ? അർബാത്തി അശ്വരി പറയാൻ കാരണം തറബ്ബുസിനെ അർബഅത്തിലേക്ക് അപ്പൊ അർബഅത്തിലേക്ക് ഇളാഫത്ത് ചെയ്തിരിക്കുകയാണ്. തറബ്ബുസു അർബഅത്തി, 4ന്റെ കാത്തിരിപ്പ്. പിന്നീട് 4നെ അശ്ഹുറിന് എണ്ണം പറയാൻ വേണ്ടിയാണ്, മാസത്തിന്റെ എണ്ണം പറയാൻ വേണ്ടിയാണ് അർബഅത്ത് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അവിടെ ഗ്രാമറിന്റെ കറക്റ്റായ രൂപമല്ല ഉപയോഗിച്ചിരിക്കുന്നത്. മറിച്ച് എന്താണ്, അതൊരു സാഹിത്യമായ രീതിയാണ്. തറബ്ബുസ് കാത്തിരിപ്പാണ്. അർബഅത്തി അശ്ഹുർ 4 മാസം.
നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ കാത്തിരിക്കുകയാണ്, ഞങ്ങൾ ഗ്രാമർ അനുസരിച്ചാണ് പറയുന്നത്. ബായ്ക്ക് എന്താണ്? ബാ പോലെയാണ്. റജ അല്ല, ഇവിടെ എഴുതിയിട്ടുണ്ട് റജ. ബാ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ഇത് അവിടെ എഴുതി ചേർക്കണം. ലഹുന്ന, ആ പെണ്ണുങ്ങൾക്ക് യോജിച്ചതല്ല, അല്ലെങ്കിൽ അവർക്ക് അനുവദനീയമല്ല. ലഹുന്ന, അവർക്ക് അനുവദനീയമല്ല. അവർ മറച്ചു വെക്കൽ. എന്ന് പറഞ്ഞപ്പോ എന്തായി മീനിങ്? അൽ മസ്ദരിയാണ്. അപ്പൊ നമ്മളെ മറച്ചു വെക്കൽ അവർക്ക് അനുവദനീയമല്ല. അവരുടെ ഗർഭപാത്രങ്ങളിൽ, റഹ്മുൻ ജംഉഹു അർഹാം. റഹ്മുൻ, അപ്പൊ ഹാഇന് സുക്കൂനാണ്. റഹ്മുൻ, അതിന്റെ ബഹുവചനം അർഹാം, ഗർഭപാത്രങ്ങളിൽ അവരുടെ ഗർഭപാത്രങ്ങളിൽ അള്ളാഹ് എന്താണോ സൃഷ്ടിച്ചത് അതിനെ മറച്ചു വെക്കാൻ പാടില്ല. അപ്പൊ പറഞ്ഞു വരുന്നത്, അവർ ഗർഭിണികളാണ് എന്ന കാര്യം ചെയ്യാൻ പാടില്ല, മറച്ചു വെക്കാൻ പാടില്ല. കാരണം എന്താണ്? പിന്നീട് അവിടെ 4 മാസത്തെ കാര്യമല്ല വരുന്നത്, 3 മാസത്തെയും 4 മാസത്തെയും അവധിയല്ല വരുന്നത്. പിന്നെ ഗർഭകാലം വരെയാണ്, പ്രസവം വരെയാണ് അവരുടെ ഇദ്ദ വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ മറച്ചു വെക്കരുത് എന്ന് പറയുന്നത്. ഹലാലല്ല, മറച്ചു വെക്കല് ഹലാലല്ല. നമ്മൾ സംസാരിക്കാൻ പറയല്ലോ, നിങ്ങൾക്ക് അള്ളയിലും റസൂലിലും വിശ്വാസം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അള്ളയിലും പരലോകത്തിലും വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നിവിടെ എടുത്ത് പറയുക. ഈ കൽപ്പന എല്ലാം വിശ്വാസികളോടാണ്, പക്ഷെ ആ വിശ്വാസത്തെ എടുത്ത് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഇവിടെ തികച്ചും ഭൗതികമായ ഒരു വിഷയമാണെങ്കിൽ പോലും ഇവിടെ എടുത്ത് പറയുകയാണ്. കാരണം വിവാഹ ബന്ധം തുടങ്ങുന്നത് മുതൽ അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും, വിവാഹം, കുടുംബജീവിതം, വിവാഹമോചനം, അതുമായി ബന്ധപ്പെട്ട ഇദ്ദ, അത് പിന്നീട് സന്താനങ്ങൾ ഉണ്ടാകരുത്, സന്താന പരിപാലനം, അതുമായി ബന്ധപ്പെട്ട് മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം കൃത്യമായ നിയമനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇത്രയും കൃത്യമായ നിയമനിർദ്ദേശങ്ങൾ വേറെ എവിടെയും കാണാൻ പറ്റില്ല. ഒരു ഭരണഘടനയിൽ കാണാൻ പറ്റില്ല, ഇന്നല്ല വേറെ മതത്തിൽ കാണാൻ. അപ്പൊ അത് മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ്? ദീൻ ഭൗതികം എന്നോ ആത്മീയമെന്നോ വേർതിരിക്കാൻ പറ്റിയതല്ല. അപ്പൊ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ ഗർഭപാത്രങ്ങൾ, ആ പെണ്ണുങ്ങളുടെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അവരുടെ ഗർഭപാത്രങ്ങളിൽ അമ്മ സൃഷ്ടിച്ചത് എന്താണോ അതിനെ മറച്ചു വയ്ക്കാൻ പറ്റും. അപ്പോ ഒരു തലാഖാണ് ചൊല്ലിയത് കേട്ടോ. തലാഖ് അവർ തീരുമാനിച്ചാൽ എന്ന കാര്യം പറഞ്ഞു. അങ്ങനെ തലാഖ് ചൊല്ലി. അവരുടെ ഭർത്താക്കന്മാർ, ബഅലിന്റെ ബഹുജനമാണ് ബഅൂലത്ത്. ബഅല് ഭർത്താവ്. ഏറ്റവും അർഹനായിട്ടുള്ളത്, ഹക്ക് അവകാശം, അഹക്ക് ഏറ്റവും അർഹതപ്പെട്ടത്. ഡ്യൂറിങ് ദാറ്റ് പീരീഡ്, ആ കാലഘട്ടത്തിൽ. എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ എന്താണ്? അവര് വിവാഹമോചനം നടത്തി, പിന്നീട് എന്ന് പറഞ്ഞല്ലോ. മുത്തല്ലഖാത്ത് എന്ത് ചെയ്യണം? 3 അശുദ്ധി കാലഘട്ടം അല്ലെങ്കിൽ 3 ആർത്തവ കാലഘട്ടം കാത്തിരിക്കണം എന്ന് പറയും. ആ കാലഘട്ടത്തിനിടയിൽ അവരെ തിരിച്ചടക്കാൻ ഏറ്റവും അർഹരായിട്ടുള്ളത് ആ ഭർത്താക്കന്മാർ തന്നെയാണ്. ആ കാലഘട്ടത്തിൽ ഇൻ അറാദു ഇസ്ലാഹ, അവർ ഇസ്ലാഹ് ഉദ്ദേശിച്ചിട്ടുണ്ട്.
നന്മ ഉദ്ദേശിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നന്മ വരുത്തുക എന്നത് ഉദ്ദേശിച്ചത്. അസ്ലാഹ യുസ്ലഹു, നന്മ വരുത്തുക. ഇസ്ലാഹ്, നന്മ വരുത്തുക. നല്ലത് ചെയ്യാനാണ് അവർ ഉദ്ദേശിച്ചതെങ്കിൽ അത് അവർക്ക് അവരെ മടക്കിയെടുക്കാൻ അവരാണ് ഏറ്റവും അർഹരായിട്ടുള്ളത്. വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്. വലഹുന്ന, അവർക്ക് അവകാശങ്ങളുണ്ട്. മിസ്ലുല്ലദി, ലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന, അവരുടെ മേൽ ബാധ്യതയായതുപോലെ. ലി എന്ന് പറയുമ്പോൾ അവർക്ക് അവകാശമുണ്ട്. ലഹുന്ന, ആ പെണ്ണുങ്ങൾക്ക് അവകാശമുണ്ട്. മിസ്ലു അല്ലദി അല, അവരുടെ മേൽ ബാധ്യതയായിട്ടുണ്ട്. അവരുടെ മേൽ എന്ത് ബാധ്യതയായിട്ടുണ്ടോ അതേപോലെ അവർക്കും അവകാശങ്ങളുണ്ട്. കാരണം ഭർത്താവിന് മാത്രമല്ല അവകാശം, ഭാര്യയ്ക്കുമുണ്ട്. ഭാര്യയ്ക്ക് മാത്രമല്ല അവകാശം, ഭർത്താവിനും. ബിൽ മഅറൂഫ്, മാന്യമായ നിലയിൽ. പക്ഷെ ഒരു കാര്യമുണ്ട്, വലിയ റിജാലി, പുരുഷന്മാർക്ക് അലൈഹിന്ന, അവരുടെ മേൽ ദറജ, ഒരു ഗ്രേഡ് കൂടുതലുണ്ട്. പുരുഷന്മാർക്ക് അവരുടെ മേൽ ഗ്രേഡ് കൂടുതലുണ്ട്. അത് പല സ്ഥലങ്ങളിലും ഖുർആൻ സ്വീകരിച്ചിട്ടുണ്ട്. അള്ളാഹ് ബഅദഹും അലാ ബഅദിൻ വബിമാ അൻഫഖു മിൻ അംവാലിഹിം, അവരവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിനാലും അതേപോലെ അവരുടെ പണം ചെലവഴിക്കുന്നതിനാലും അങ്ങനെ ഒരു ശ്രേണി അള്ളാഹ് നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ് അള്ളാഹ് നിശ്ചയിച്ച ഒരു ഘടനയാണ്. ഒരുപാടൊന്നും നമ്മൾ ചർച്ച ചെയ്യാതെ അള്ളാഹ് നിശ്ചയിച്ച എന്താണ്, എല്ലാ ഘടനയും. എക്കോളജി എന്ന് പറയുമല്ലോ, ഈ എക്കോളജിയിൽ ഒരു സിസ്റ്റം അവിടെ ഉണ്ട്. നമ്മൾ എവിടെ ചെന്ന് നോക്കിയാലും എക്കോളജിയിൽ ഒരു സിസ്റ്റം ഉണ്ട്. അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്കതിനെ അറിയാൻ പറ്റില്ല. അള്ളാഹ് ഭൂമിയിൽ വെള്ളം വേണം എന്ന് പറയും. ഈ മുകളിൽ നിന്ന് തന്നെ എന്തിനാണ് ഒഴിക്കുന്നത്? താഴെ നിന്ന് ഇങ്ങനെ പമ്പ് ചെയ്ത് തന്നാൽ പോലെയാണ്. രണ്ടും ഭൂമിയിൽ അള്ളാഹ് വെള്ളം കിട്ടുകയാണല്ലോ, താഴെ സ്പ്രേ ചെയ്ത്. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. എക്കോളജിയിൽ ഒരു സിസ്റ്റം അള്ളാഹ് ഉണ്ടാക്കി വെച്ചു. ആ സിസ്റ്റത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ അതിന്റെ അനിവാര്യത എങ്ങനെയാണെന്നുള്ളത്, അത് എങ്ങനെയാണ് യൂസ്ഫുൾ ആയിരിക്കുന്നത്, അതിന്റെ പ്രസക്തി എന്താണെന്നുള്ളത് ഖാലിഖിന് മാത്രമേ, ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ, സൃഷ്ടിക്കുകയും ഡിസൈൻ ചെയ്യുകയും അതിനെ രൂപകൽപ്പന ചെയ്യുകയും എല്ലാം ചെയ്തവനായ അള്ളാഹ്ക്ക് മാത്രമേ അതിന്റെ കാര്യം അറിയാൻ പറ്റൂ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനെ ആർഗ്യൂ ചെയ്ത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ജസ്റ്റിഫിക്കേഷൻസ് ഒക്കെ മീതെയാണ് അള്ളാഹിന്റെ ഹിക്മത്ത് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് എന്തായിരുന്നാലും ദർജയുണ്ട്. വലിയ അലൈഹിന്ന ദർജ. വല്ലാഹു അസീസുൻ ഹക്കീം. അപ്പൊ ആ വീഡിയോ കേട്ടിട്ടില്ലാത്തവർ ഒന്നുകൂടെ കേട്ടു നോക്കുക, അതിന്റെ ദർജകളൊക്കെ പറയുന്നുണ്ട്. വല്ലാഹു അസീസുൻ ഹക്കീം. അപ്പൊ ദർജ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? അള്ളാഹു അജയ്യന, പ്രതാപവാനാണ്. ഹക്കീം, യുക്തിമാനാണ്. അള്ളാഹ്ക്ക് മാത്രമേ യുക്തി അറിയാൻ പറ്റും. അതൊരു യുക്തിയുണ്ട്. നമ്മൾ എത്ര തന്നെ ആർഗ്യൂ ചെയ്താലും ആ യുക്തി നമ്മൾ ഇപ്പോൾ പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ വെച്ചിട്ടുണ്ട്. അന്ന് പറഞ്ഞത് അന്നത്തെ അവസ്ഥ വെച്ചിട്ടുണ്ട്. അതായത് അന്നുള്ള ജനങ്ങൾ ചിന്തിച്ചത് അന്നത്തെ അവസ്ഥ വെച്ചിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന ഇപ്പൊ AI വരാൻ കൂടെ തുടങ്ങാൻ പോകും. അടുത്ത 22nd സെഞ്ചുറി എന്താവും എന്നുള്ളത് നമുക്കൊന്നും, അങ്ങനെയുള്ള ആൾക്കാർ ചിന്തിക്കുന്ന വേറെ രീതിയിലായി. അപ്പൊ അതിനും ഒക്കെ മീതെയാണ് അള്ളാന്റെ ഹിക്മത്ത്. ഫൗഖ കുല്ലി ദീ ഇൽമിൻ അലീം. എല്ലാ വിജ്ഞാനമുള്ളതിനേക്കാളും മീതെയുള്ള അഭിജ്ഞനാണ് അവൻ. അല്ലാഹു അസീസുൻ ഹക്കീം. അത്വലാഖു മർറത്താൻ. അപ്പൊ എന്താണ്? അവർക്ക് മടക്കിയെടുക്കാൻ അവരാണ് ഏറ്റവും അർഹരായിട്ട്. അവർ നന്മയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഇദ്ദാ കാലഘട്ടത്തിൽ മടക്കിയെടുക്കാൻ അവർക്ക് തന്നെയാണ് കൂടുതൽ അർഹരായിട്ടുള്ളത്. അങ്ങനെ മടക്കിയെടുത്താൽ ഒരാൾ കഴിഞ്ഞിട്ട് പിന്നെയും സാഹചര്യങ്ങൾ വീണ്ടും തമ്മിൽ കണക്കുണ്ടായാൽ വീണ്ടും തലാഖല്ല, പ്രശ്നമില്ല. പക്ഷെ അത്വലാഖു മർറത്താൻ, 2 പ്രാവശ്യമാകാം. നമ്മൾ നിയമത്തിന്റെ എന്താ പറയാ ലാസ്റ്റ് ഓപ്ഷനാ പറയുന്നത്.
അത് എല്ലാം കൂടി ഉപയോഗിക്കണം, അതിന്റെ അവസാനം വരെ പോകണമെന്നൊന്നും നിയമം പറയും. അത് പറഞ്ഞിട്ട് പിന്നെ മുത്തലാഖ് എന്നൊക്കെ പറഞ്ഞ് മൂന്നിലേക്കൊന്നും പോകണ്ട. സാഹചര്യവശാൽ ഉണ്ടാകുന്ന വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ, പഴയ സംഗതികൾ വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ മാത്രമാണ്. അല്ലാതെ ഒറ്റ ഇരിപ്പിൽ 1, 2, 3 ചേർന്നിരിക്കുന്നു എന്ന് പറയാൻ പാടില്ല. അതിനൊക്കെ വേറെ നിബന്ധനകൾ ഉണ്ട്. അങ്ങനെ 2 പ്രാവശ്യം എന്ത് ചെയ്യാവൂ, ഈ ഓപ്ഷൻ ഉപയോഗിക്കാം. 3ാമത്തെ പ്രാവശ്യം വീണ്ടും തലാഖ് ചെല്ലിയാൽ പിന്നീട് എന്ത് ചെയ്യാൻ പാടില്ല, റദ്ദീന എന്ന് പറഞ്ഞ റദ്ദില്ല. ഈ റജഈയായ തലാഖ് എന്നൊക്കെ പറയും. മടക്കിയെടുക്കാവുന്ന തലാഖ് എന്ന് പറയുന്നത് 2 ഘട്ടത്തിൽ മാത്രം. ആദ്യത്തെ ഓപ്ഷൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇദ്ദ കാലഘട്ടത്തിനിടയിൽ തിരിച്ചെടുക്കാം. ഇദ്ദ കഴിഞ്ഞാലോ വീണ്ടും നിക്കാഹ് ചെയ്യാം. ഇദ്ദയുടെ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നീട് അവര് ഇദ്ദ കാലഘട്ടം 3 ശുദ്ധി കാലഘട്ടത്തിനിടയിൽ ഈ തലാഖ് ചെല്ലുന്നത് തന്നെ എപ്പോഴായിരിക്കണം, അശുദ്ധിയുടെ കാലഘട്ടത്തിൽ തലാഖ് ചെല്ലാൻ പാടില്ല. അതായത് അവർ തമ്മിൽ സംഗീക്കാതിരിക്കുന്ന ഒരവസ്ഥ, ആ അവസ്ഥയിൽ തലാഖ് ചെയ്യാൻ പാടില്ല. ശുദ്ധി കാലഘട്ടത്തിലായിരിക്കണം തലാഖ് ചെല്ലുന്നത്. അങ്ങനെ 3 ഘട്ടം കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, കഴിയുന്നതിന് മുമ്പാണെങ്കിൽ നോർമലാണ്, കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും പുനർവിവാഹം ചെയ്യാം. യോജിക്കാൻ തീരുമാനിച്ചാൽ പുനർവിവാഹം. അങ്ങനെ ചെയ്യാവുന്ന 2 എണ്ണം മാത്രമേ ഉള്ളൂ. വീണ്ടും ഇയാള് സാഹചര്യവശാൽ പിന്നെ വേനലും മഞ്ഞും മഴയുമായി കാലങ്ങളേറെ കഴിഞ്ഞു പോയി വീണ്ടും ജന്മപണിയായെന്ന് പറഞ്ഞാൽ പിന്നെന്താണ്, അവിടെ റജ ഇല്ല, മടക്കിയെടുക്കലില്ല. ആ കാര്യങ്ങളാണ് തുടർന്ന് പറയുന്നത്. അത്തലാഖ് മറത്താൻ ബിമഅറൂഫ്. അവിടെ എന്താണ്, തൻവീൻ കാരണമായി നൂന് വരും, സുക്കൂനുള്ള നൂന് വരും. അതിനുശേഷം ബാ വന്നത് കൊണ്ട് അതിനെന്ത് ചെയ്യണം, സുക്കൂനുള്ള നൂനെ മറിച്ച്, അല്ല തൻവീനിനെ മറിച്ച് മീമാക്കണം. പിന്നീട് മീമിനെ മറച്ച് മണിച്ച് ബാ ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം, ഇന്നും വന്നാൽ ഇംസാക്കും ബിമഅറൂഫ്, മാന്യമായി നിലനിർത്തണം. ഇത് 2 എണ്ണം കഴിഞ്ഞാൽ മാന്യമായി ഇംസാക്ക് പിടിച്ചു നിർത്തൽ. ഇംസാക്കുൻ അംസക്ക പിടിച്ചു നിർത്തി, ഇംസാക്ക് പിടിച്ചു നിർത്താം. അറിയാൽ മാന്യമായ നിലയിൽ ബന്ധം നിലനിർത്തണം. ബിമഅറൂഫ് ഔ തസ്രീഹുൻ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, വിട്ടയക്കണം. വിട്ടയക്കണം, അല്ലെങ്കിൽ വിട്ടയക്കലാണ് വേണ്ടത്. ബിഇഹ്സാനിൻ, മാന്യമാണ്, ഗുണകരമായ നില, നന്മയായ നില. ഇഹ്സാൻ. ഇംസാക്കും ബിമഅറൂഫ് ഔ തസ്രീഹുൻ ബിഇഹ്സാൻ. വലാ യഹില്ലു ലക്കും, ലക്കും എന്ന് പറഞ്ഞപ്പോ ആണുങ്ങളെയാണ് അഭിസംബോധന. ലഹുന്ന എന്ന് പറഞ്ഞപ്പോ പെണ്ണുങ്ങളെ എന്ന് പറഞ്ഞു. വലാ യഹില്ലു ലക്കും അയ്യുഹൽ റിജാൽ അയ്യുഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളായ പുരുഷന്മാരെ, ലാ യഹില്ലു ലക്കും, നിങ്ങൾക്ക് ഹലാലാവുകയില്ല, അൻ തഅഖുദൂ, നിങ്ങൾ എടുക്കൽ. തഅഖുദൂനെയാണ് അന്ന് വന്നുകൊണ്ട് ഉണ്ടാവുക. അൻ തഅഖുദൂ മിമ്മാ ആതൈതുമൂഹുന്ന, മഹറായി നിങ്ങൾ അവർക്ക് ആതൈതും നൽകി, ഹുന്ന അവർക്ക് നൽകി. ആതൈത്തും അധികം ഹുന്നയാണ്. അപ്പോ സുക്കൂനുള്ള മീമിന് അല്ല, മീമുൽ ജമാഅത്ത് എന്ന് പറയാം. ആതൈത്തും എന്ന് പറയുന്നത് എന്താണ്, അൻതും എന്ന് പറയുന്ന മീമിന് മീമുൽ ജമാഅത്ത് എന്ന് പറയും. ആ മീമിന് ശേഷം സർവനാമം ചേർത്താൽ ഒരു വാവ് കൂടെ ചേർക്കണം. നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് അറബിയിൽ പഠിച്ചവര് ഉണ്ടെങ്കിൽ 3ാം ഭാഗത്തിൽ പഠിച്ചിട്ടുണ്ട്. മോഹന്, അപ്പൊ അങ്ങനെയാണ് വാവ് വരുന്നത്. മോഹന്, അവർക്ക് നിങ്ങൾ നൽകിയതിൽ നിന്നും ഒന്നും തിരിച്ചെടുക്കൽ, ഷൈഅൻ, അല്പം പോലും തിരിച്ചെടുക്കൽ നിങ്ങൾക്ക് ഹലാലാകുന്നതല്ല. ഞാൻ അവർക്ക് അത് കൊടുത്തിട്ടുണ്ട്, ഇത് കൊടുത്തിട്ടുണ്ട്, അതെല്ലാം തിരിച്ചു തരണം, അതൊന്നും. ഓഹദ് മലയോളം വലിപ്പമുള്ളതാണ് നിങ്ങൾ കൊടുത്തെങ്കിലും
അതിനൊന്നും എടുക്കാൻ പാടില്ല, ഒന്നും തിരിച്ച് ക്ലെയിം ചെയ്യാൻ പാടില്ല. ഇല്ലാ അൻ യഖാഫ അല്ലാ യുഖീമ ഹുദൂദല്ലാഹ്. അവര് രണ്ടുപേരും ഇല്ല അൻ യഖാഫ, അവർ രണ്ടുപേരും ഭയപ്പെട്ടാൽ. നമ്മൾ ഇത് പറഞ്ഞിരിക്കുന്നത് തന്നെ പറയില്ല. അപ്പൊ ഈ പറഞ്ഞ എന്താണ്? ഇതാണ് അതിന്റെ നിയമം. ഇല്ല അൻ യഖാഫ അല്ലാ യുഖീമ ഹുദൂദല്ലാഹ് എന്ന് പറയുന്നത് വേറൊരു വിഷയത്തിലേക്കാണ്. ഇല്ല അൻ യഖാഫ അല്ലാ യുഖീമ ഹുദൂദല്ലാഹ്, അവർ രണ്ടുപേരും അള്ളാന്റെ പരിധികൾ, നിയമങ്ങൾ പാലിക്കുന്നില്ല എന്ന് ഇല്ല അൻ യഖാഫ, അവർ ഭയപ്പെട്ടാൽ ഒഴികെ. അങ്ങനെ ഭയപ്പെട്ടാൽ വേറെ നിയമമാണ്. ഇല്ല അൻ യഖാഫ, അവർ രണ്ടുപേരും ഭയപ്പെട്ടാൽ ഒഴികെ, അല്ലാ യുഖീമ ഹുദൂദല്ലാഹി, അള്ളാഹുവിന്റെ ഹുദൂദ് എന്ന് പറയുന്നത് എന്താണ്? പരിധികൾ, ഹദ്. ഹദ് നടപ്പാക്കി എന്നൊക്കെ പറയുമല്ലോ. ഇവിടെ തലാഖിലും എന്തുണ്ട്? ഹദ്ദുണ്ട്. എല്ലാത്തിനും ഹദ്ദുണ്ട്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. പരിധികൾ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താ പറയുന്നത്? പരിധി എന്ന് പറയും. അതിനപ്പുറം പോകാൻ പാടില്ല. അവിടാണ് പരിധി എന്ന് പറയുന്നത്. ഹദ് നടപ്പാക്കി എന്ന് പറഞ്ഞാല് വിധി നടപ്പാക്കിയെന്നാണ്. ഹദ്, അതിന്റെ ബഹുവചനം ഹദ്ദുൻ ഹുദൂദുൻ. ഇല്ല അൻ യുഖീമ ഹുദൂദല്ലാഹി, അള്ളാന്റെ നിയമങ്ങൾ അള്ളാന്റെ പരിധികൾ അവർ പാലിക്കുകയില്ല എന്ന് ഭയപ്പെട്ടാൽ ഒഴികെ. അള്ളാന്റെ നിയമങ്ങൾ പാലിക്കാൻ സാധിക്കുകയില്ല എന്ന് ഭയപ്പെട്ടാൽ ഒഴികെ. فإن خفتم ألا يقيما حدود الله, അവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നില്ല? നിയമ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല. അല്ലെങ്കിൽ നിയമ നടപടികളൊന്നും അവരെന്ത് ചെയ്യുന്ന? അക്സെപ്റ്റ് ചെയ്യുന്നു. അവർക്ക് സ്വീകാര്യോഗ്യമായി തോന്നുന്നില്ല. فإن خفتم ألا يقيما حدود الله فلا جناح عليهما, അപ്പോ അങ്ങനെ വന്നാൽ അവരിരുവർക്കും ഇതില്ല, കുറ്റമില്ല. ലാ ജുനാഹ അലൈഹിമ, അവരിരുവർക്കും. ഫീമ, ഒരു കാര്യത്തിൽ. ഇഫ്തദത്ത്, അവൾ എന്ത് ചെയ്യുന്നു? ഫിദ്യ നൽകുന്നു. ഇഫ്തദത്ത് എന്ന് പറഞ്ഞാൽ പെണ്ണ് ഫിദ്യ നൽകുന്നു. പ്രായശ്ചിത്തം നൽകി ഇഫ്തദത്ത് ചെയ്യും. അവൾ അങ്ങോട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്? വിവാഹമോചനം നേടുന്നു. നേരത്തെ പറഞ്ഞെന്താ? പെണ്ണ് കൊടുത്തതിൽ നിന്നും ഒന്നും തന്നെ ആണ് തിരിച്ചു വാങ്ങാൻ പാടില്ല. അപ്പൊ ആ നിയമങ്ങളൊന്നും അവര് പാലിക്കുന്നില്ല. പെണ്ണിന് എന്താണ്? അനിവാര്യമായിട്ടും ഇതിൽ നിന്നും മുക്തി നേടേണ്ടതുണ്ട്, വിവാഹമോചനം നേടേണ്ടതുണ്ട് എന്ന് തോന്നിയാൽ അത് കൊടുത്തിട്ട് എന്ത് ചെയ്യാം? വിവാഹം മോചനം നടത്താം. അതിനാണ് ഖുൽഅ എന്ന് പറയുന്നത്. ഭാര്യ കൊടുത്തിട്ട് മോചനം നേടുന്നതിനാണ് ഖുൽഅ എന്ന് പറയുന്നത്. അങ്ങനെ ഖുൽഅ നേടാം. തിൽക ഹുദൂദുല്ലാഹ്, ഇവയാണ് അള്ളാന്റെ പരിധികൾ. ലാ തഅതദൂഹ, ഇതൊക്കെ എന്താണ്? അംറുൻ നഹിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ്? അംറുൻ നഹിയൊക്കെ പൂർണ്ണമായിട്ട് പാലിക്കേണ്ട സംഭവങ്ങളാണ്. അമ്രായിട്ട് സ്വീകരിക്കണം. കൽപ്പനയായിട്ട് സ്വീകരിക്കണം. നഹി വിലക്കെന്ന് പറഞ്ഞാൽ വിലക്കപ്പെട്ടതാണ്. ലാ തഅതദൂഹ, അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? എക്സീഡ് ചെയ്യാൻ പാടില്ല, അതിനെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. പരിധികൾ ലാ തഅതദൂഹ, അത് വിട്ട് കടക്കരുത്. പരിധി കടക്കരുത്. എഴുത്തതായ എഴുത്തതി പരിധി വിട്ട് കടന്നു, പരിധി ലംഘിച്ചു. ലാ തഅതദൂഹ,
വമൻ യതഅദ്ദ ഹുദൂദല്ലാഹ്, അള്ളാന്റെ പരിധികൾ ആരെങ്കിലും തഅദ്ദ യതഅദ്ദ തഅദ്ദ യതഅദ്ദ തദക്കറ യതദക്കറുവിന്റെ അവസാനത്തെ ഒരു അക്ഷരം ഇവിടെ പോയിട്ടുണ്ട്. എന്തുകൊണ്ട് പോയി? കണ്ടീഷൻ, മണ്ണിന്റെ കണ്ടീഷൻ. മന്നായതുകൊണ്ട് എന്ത് ചെയ്തു? അതിലെ ദുർബലാക്ഷരം കളഞ്ഞിട്ടാണ് ജസ്മി ചെയ്തത്. വമൻ യതഅദ്ദ, ഏതൊരുവൻ വിട്ടുകിടന്നുവോ, ഹുദൂദല്ലാഹ്, അള്ളാന്റെ പരിധികൾ, ഉലൈക ഹുമുൽ ളാലിമൂൻ, അവരാണ് അക്രമികൾ. ഉലൈക, അവരാണ്, ഹും, അവർ തന്നെയാണ്, അള്ളാലിമൂൻ, അവരാണ് അക്രമികൾ. ഇന്ന ശിർക്കല്ല ദുൽമുൻ അലീം എന്നൊക്കെ പറയാൻ ഭയങ്കര ആൾക്കാരുണ്ട്. ഇതുപോലത്തെ നിയമ നടപടികളൊക്കെ പറയുന്നത് പറഞ്ഞിട്ട് ഉലൈക ഹുമുൽ ളാലിമൂൻ, അള്ളാന്റെ പരിധികൾ ലംഘിച്ച് വിട്ട് കടന്നവനൊക്കെ എന്താണ്? ഹുമുൽ ളാലിമൂൻ, അവരാണ് അക്രമം ചെയ്തവർ. അപ്പൊ ഇങ്ങനെ രണ്ടെണ്ണം കഴിഞ്ഞ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. രണ്ടെണ്ണം കഴിഞ്ഞു, അങ്ങനെ രണ്ടെണ്ണം കഴിഞ്ഞു പറഞ്ഞാൽ ഈ രണ്ടെണ്ണം ഒരുമിച്ചല്ല, ഒന്ന് കഴിഞ്ഞ ഉടനെ ഒന്ന് എന്ന ഇതുമല്ല. സാഹചര്യവശാൽ വീണ്ടും പഴയ അവസ്ഥകൾ വന്നു, അങ്ങനെ മോചനം നടന്നു എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഫഇൻ തല്ലഖഹ, അങ്ങനെ വീണ്ടും അയാൾ അവളെ വിവാഹമോചനം ചെയ്യാൻ. ഫലാ തഹില്ലു, അവൾ അനുവദനീയമാവുകയില്ല. ഹല്ല യഹില്ലു, യഹില്ലു അവൻ അനുവദനീയമായി. തഹില്ലു, അവൾ അനുവദനീയമായി. ലാ തഹില്ലു, അവൾ അനുവദനീയമാവുകയില്ല. ലഹു, അവന്. മിൻ ബഅദു, ഇവിടെ എന്താണ്? ബാദിന് ശേഷം വേറെ ഒന്നിലേക്ക് ഇളാമത്ത് ചെയ്യുന്നില്ല. ലാ തഹില്ലു ലഹു മിൻ ബഅദു, അതിന് ശേഷം അവൾ അവന് ഹലാലാവുകയില്ല. ഹത്താ തൻകിഹ സൗജൻ എന്ന് പറഞ്ഞാൽ ഉടനെ ആളെ അനുവദനീയമാക്കാൻ വേണ്ടി വേറൊരാളെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കുകയല്ല. അത് തികച്ചും വ്യഭിചാരത്തിനോട് തുല്യം ചെയ്യാവുന്ന സംഭവം. അങ്ങനെയല്ല, മറിച്ച് എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ വേനലും മഞ്ഞും മഴയും ഒക്കെ ആയി അവൾ വേറൊരാളെ കണ്ടെത്തി വിവാഹം നടത്തി, പിന്നെ അയാൾ അങ്ങനെ ജീവിച്ചു പോകുന്നതിനിടയ്ക്ക് എന്തോ സാഹചര്യവശാൽ അവർ തമ്മിൽ പിണങ്ങി, അല്ലെങ്കിൽ അവർ വിവാഹമോചനം നടത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പഴയ ആള് ഇയാളെക്കാൾ നല്ല അയാളെന്നൊക്കെ പറഞ്ഞ് വീണ്ടും അയാൾ തേടി വന്നതോ അല്ലെങ്കിൽ ഇവൾ തേടിപ്പോയതോ, അങ്ങനെ അവർ തമ്മിൽ യോജിക്കാം എന്ന് വന്നാൽ ഒഴികെ, ഹത്താ തൻകിഹ സൗജൻ ഗൈറഹു, അയാളല്ലാത്ത വേറൊരു ഇണയെ അവൾ വിവാഹം ചെയ്യുന്നത് വരെ, ഹത്താ തൻകിഹ, അവൾ വിവാഹം ചെയ്യുന്നത് വരെ, സൗജൻ, ഇണയെ, ഗൈറഹു, അവനല്ലാത്ത വേറൊരിണയെ വിവാഹം ചെയ്ത് അവളങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കെ വിവാഹമോചന സാഹചര്യം വരികയും അങ്ങനെ വിവാഹമോചനം ചെയ്താൽ ഒഴികെ. ഫഇൻ തല്ലഖഹ, അപ്പോൾ പറയുകയാണ് ഫഇൻ തല്ലഖഹ, ആ രണ്ടാമൻ തല്ലഖ, അവളെ വിവാഹമോചനം നടത്തി. തല്ലഖഹ, അവളെ വിവാഹമോചനം നടത്തി. രണ്ടാമൻ അവളെ വിവാഹമോചനം നടത്തി. ഫലാ ജുനാഹ അലൈഹിമ, സർവനാമങ്ങളൊക്കെ മടങ്ങുന്നത് എങ്ങോട്ടാണെന്ന് കൃത്യമായിട്ട് ആലോചിക്കണം കേട്ടാ. വെറുതെ ഞാൻ പറഞ്ഞത് കേൾക്കരുത്. ഫഇൻ തല്ലഖഹ എന്ന് പറഞ്ഞാല് ആര് തലാഖിന്റേതാണ്? രണ്ടാമത് വിവാഹം കഴിച്ച ആള് അവളെ വിവാഹമോചനം ചെയ്തു. പിന്നെ ഫലാ ജുനാഹ അലൈഹിമ എന്ന് പറഞ്ഞത് എന്താണ്? ആ ഹിമ ആരൊക്കെയാണ്? ഒന്നാമത് വിവാഹം കഴിച്ച ആളും ഈ സ്ത്രീയുമാണ്. ഇന്ദല്ലഖഹ, രണ്ടാമത് വിവാഹം ചെയ്ത ആള് അവളെ വിവാഹമോചനം നടത്തിയാൽ ഫലാ ജുനാഹ അലൈഹിമ, നേരത്തെ വിവാഹം ചെയ്ത ആ പുരുഷനും ഈ സ്ത്രീക്കും കുറ്റമില്ല. അവർ രണ്ടുപേരും മടങ്ങി വന്നാൽ, തറാജ എന്ന് പറഞ്ഞാൽ പരസ്പര സമ്മതത്തോടുകൂടി മടങ്ങി വന്നാൽ. ജാഹദ ഗ്രൂപ്പാക്കി പറഞ്ഞിരിക്കുക. റജ മടങ്ങി, രാജ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? പരസ്പരം മടങ്ങി. കത്തല വധിച്ചു, കാത്തല പരസ്പരം വധിച്ചു, യുദ്ധം ചെയ്തത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തതിനാണ് യുദ്ധം ചെയ്തത്. ഒരാൾ മാത്രം ഒരാളെ കൊണ്ടുകൊണ്ടേയിരിക്കുന്നതിന് യുദ്ധം എന്ന് പറയും, പിരിതി എന്ന് പറയും. അപ്പൊ അങ്ങനെ തറാജ എന്ന് പറഞ്ഞാൽ പരസ്പരം മടങ്ങി, രണ്ടുപേരും മടങ്ങാൻ ഉദ്ദേശിച്ച.
ഫലാ ജുനാഹ അലൈഹിം അൻ യതറാജഅ, അങ്ങനെ പരസ്പരം രണ്ടുപേരും തമ്മിൽ മടങ്ങുന്നതിന് കുഴപ്പമില്ല. എപ്പോൾ അവർ രണ്ടുപേരും, ആദ്യത്തെ ഭർത്താവും ഈ പെണ്ണും, വന്ന അവർ രണ്ടുപേരും വിചാരിച്ചാൽ, അൻ യുഖീമ, അവർ രണ്ടുപേരും നിലനിർത്താൻ, ഹുദൂദ് അല്ലാഹ്, അള്ളാന്റെ പരിധികൾ, അള്ളാന്റെ നിയമങ്ങൾ പാലിക്കാൻ അവർ രണ്ടുപേരും വിചാരിച്ചാൽ. ഇതിലൊന്നും കെട്ടിക്കൊടുക്കും വാക്കർത്ഥങ്ങളൊന്നും ഇല്ല, അത് അറിയാത്ത വാക്കുകളൊന്നും കുറവാണ്. മറിച്ച് എന്താണ്, സർവനാമങ്ങൾ എങ്ങോട്ടാണ് ബന്ധിക്കുന്നത് എന്ന് ചിന്തിച്ച് വായിച്ചാൽ മാത്രം ഓരോന്നും പറഞ്ഞതിന്റെ ആ എന്താ പറയാ ഒഴുക്ക് നോക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും. ഒഴുക്ക് തെറ്റിപ്പോയാൽ ഒന്നും പിടിക്കാൻ പറ്റും. വതിൽക ഹുദൂദുല്ലാഹ്, വീണ്ടും പറയുകയാണ്, വതിൽക ഹുദൂദുല്ലാഹ്, ഇതെല്ലാമാണ് അള്ളാന്റെ നിയമങ്ങൾ, അള്ളാന്റെ പരിധികൾ എന്നതിന്, അള്ളാന്റെ നിയമങ്ങൾ എന്നതിന് പരിധികൾ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. അള്ളാന്റെ പരിധികൾ ഇതാണ്. യുബയ്യിനുഹ, അതിനെ അവൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, വ്യക്തമാക്കി തരുന്നു. ബയ്യന, വ്യക്തമാക്കി, ക്രിസ്റ്റൽ ക്ലിയർ ആക്കി തരുന്നു. ലിഖൗമി യഅലമൂൻ, വിവരമുള്ള ആൾക്കാർ. വിവരമില്ലാത്തവരെന്ത് ചെയ്യും? നിങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. എന്താ സംഭവം? അവരവരുടെ സ്വന്തം ഇഷ്ടം പ്രകാരമാണ് തീരുമാനങ്ങൾ. അള്ളാഹ് എന്താണ് ഇതൊക്കെ കൃത്യമായിട്ട് അതിന്റെ യുക്തമായ രീതിയിൽ പരിധികളുടെ അങ്ങേയറ്റം എത്ര വരെ പോകാം അതുവരെ ചെയ്തിട്ടാണ് അറേഞ്ച് ചെയ്ത് ഓർഗനൈസ് ചെയ്ത്. നമ്മൾ ഇത്രയും കൃത്യമായി വായിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എവിടെയും ഒരു കോഡ് ഓഫ് ലൈഫിലും കാണാൻ പറ്റില്ല. ഇതുപോലെ കൃത്യമായിട്ട് വരുന്നു. ആരാധന കൃത്യമായി പഠിപ്പിച്ചിരിക്കുന്നത് പോലെ സൗമ്യം എപ്പോൾ തുടങ്ങണം, എപ്പോൾ അവസാനിക്കണം ഒക്കെ ഞാൻ പറഞ്ഞിരുന്നില്ലേ? അതേപോലെ ഈ നിയമങ്ങളും ആർക്കാ പറഞ്ഞിരിക്കുന്നത്? വിവരമുള്ളവർക്ക് ഇത് മനസ്സിലാവൂ. കാരണം എന്താണ്? അള്ളാഹ് നേരത്തെ പറഞ്ഞു വെച്ചു, അവർ സൃഷ്ടിക്കുന്നവനും ഡിസൈൻ ചെയ്യുന്നവനും അവനാണ്. ഇത് കംപ്ലീറ്റ് ഡിസൈൻ ചെയ്യാണ്. നമ്മളൊരു ആർക്കിടെക്ചറിന്റെ അടുത്ത് പോയി ചോദിക്കൂലേ, എങ്ങനെയാണ് അങ്ങനെ വേണ്ടെന്ന്? കാരണം ഇത് നിർമ്മിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കറിയില്ല. ഈ പണി നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇതെങ്ങനെയാണ് ഈ ബിൽഡിങ് പൂർത്തിയായി കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കറിയില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം? ആർക്കിടെക്ചർ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ നമ്മളെ ജീവിതത്തെ കുറിച്ച്, അതിന്റെ വരും വരായികളെ കുറിച്ച് കൃത്യമായി അറിയുന്നവനാണ് ഖാലിഖുൽ ബാരി. അപ്പൊ അവൻ എന്ത് ചെയ്തിരിക്കുകയാണ്? വിവരമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത്രയല്ലേ ഉള്ളൂ. ഓക്കെ, ഇതെന്താണ്? എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ? ഉസ്താദേ, ഉം. ആ പറഞ്ഞില്ലേ, അത് സ്ത്രീ പുരുഷനെ ഉപേക്ഷിക്കുന്ന ഇതിനല്ലേ പറയുന്നത്? അതെ. അപ്പൊ അങ്ങനെ ചെയ്താൽ അപ്പൊ അവർക്ക് യുദ്ധന്റെ കാലഘട്ടം അതൊക്കെ എങ്ങനെയാണ്? പുരുഷൻ സ്ത്രീനെ ഒഴിവാക്കുന്ന അതേപോലെ തന്നെയാണോ ഈ കൊല്ലുക ചെയ്താൽ? സ്ത്രീ വിദ്യയുടെ കാലഘട്ടം തന്നെയാണ്. പിന്നീട് അവിടെ റജ ഇല്ല എന്ന് മാത്രമേ, മടക്കിയെടുക്കലില്ല. ഈ കാലഘട്ടം അങ്ങനെ തന്നെയാണോ? ഈ 3 കാലഘട്ടം അങ്ങനെ തന്നെയാണ്. അത് സ്ത്രീക്ക് പുരുഷനെ ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോ, അങ്ങനെ വരുമ്പോഴാണെന്നല്ലേ? ഇനി പുരുഷന് സ്ത്രീയോട് നല്ല സ്നേഹവും സഹകരണവുമാണ്, സ്ത്രീക്ക് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതായത് പുരുഷന്റെ സംരക്ഷണമുണ്ട്, സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ സ്ത്രീക്ക് അത് താല്പര്യമില്ല. അപ്പൊ അവർ യോജിച്ചു പോകുന്നതിനാണല്ലോ അർത്ഥം. അതായത് ആ സ്നേഹം ഇയാള് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, സ്വീകരിക്കുന്നില്ല. ആ സ്നേഹമല്ല അവൾക്ക് ആവശ്യമുള്ളത്. അതല്ല, സ്ത്രീയുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതായത്
നേരത്തെ പറഞ്ഞല്ലോ, ഒരാളും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു മറ്റേ ആളിനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാൻ പാടില്ല. രണ്ടുപേരും, ഭർത്താവിനും ഭാര്യയ്ക്കും ഇത് ബാധകമാണ്. മനഃപൂർവ്വമായി ചെയ്യാൻ പാടില്ല എന്ന് അവളോടും കൽപ്പിക്കുന്നു, അവനോടും കൽപ്പിക്കുന്നു. പക്ഷെ അവൾക്കത് യോജിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മോചനമാണ് നല്ലത്. അവൾക്ക് അവളുടെ താന്തോന്നിത്വത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അവൻ എന്തിനാ അതിൽ നിന്ന് കൊടുക്കണം? അല്ല, ഇപ്പൊ ഈ അടുത്ത് അങ്ങനെ ഒരു സംഭവം നമ്മുടെ മഹലിലുണ്ടായപ്പോ അതുകൊണ്ട് നിന്ന് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അവൾ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണെങ്കിൽ അവൾ ഖുൽഉ ചെയ്തോട്ടെ. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതെന്താണ്, നിയമജ്ഞന്മാരാണ് അത് തീരുമാനിക്കേണ്ടത്. അങ്ങനെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഗ്രാമങ്ങളിൽ ഉണ്ടാകണം, മഹല്ലുകളിൽ ഉണ്ടാകണം. വെറുതെ പള്ളി നിർമ്മിക്കാൻ വേണ്ടി കമ്മിറ്റി ഉണ്ടാക്കിയാൽ പോരാ. നമ്മള് എന്താ പറയാ, ലക്ഷങ്ങളുടെ ഓപ്പറേഷൻ സർജറി ഒക്കെ നടത്താൻ വേണ്ടി പണം പിരിക്കും. ആ പണം പിരിച്ച് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി എല്ലാവരും ഉത്സാഹമാണ്. പക്ഷേ ഒരു സംഗതി കൃത്യമായി നടപ്പാക്കാൻ വേണ്ടി ചില മുതിർന്ന ആളുകൾ, അഭിജ്ഞന്മാരായ ആളുകൾ, അറിവുള്ളവര്, നമ്മുടെ താവ് എന്നൊക്കെ പറയുമല്ലോ, അതുപോലുള്ളവര്, അറിവുള്ളവരും പറഞ്ഞാൽ കേൾക്കുന്നവരും കാര്യഗൗരവ ശേഷിയുള്ളവരുമായ ഒരു ടീം എന്താകണം, അവിടെ ഉണ്ടാകണം. അതിന് അവര് കോടതിയിലേക്ക് വലിച്ചഴിച്ച് കോടതിയിൽ എന്താകും, കോടതി ചെല്ലുമ്പോഴത്തേക്ക് പിന്നെ വക്കീല് എന്താണോ തോന്നുന്നത് അതായിരിക്കും പിന്നെ നിയമമായിട്ട് വരുന്നത്. അതെ, കൊല്ല ചെയ്താലേ സ്ത്രീകൾക്ക് പിന്നെ കൊടുക്കാനുള്ള സ്വത്ത് അത് അവര് ചോദിക്കേണ്ടത് ശരിയാണോ? ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ എന്താണ്, ഇവരെ കോമ്പൻസേഷൻ കൊടുത്തിട്ട് വിധിയാണ്, ഇങ്ങോട്ട് കൊടുത്തിട്ട് വിധിയുന്നതിനാണ് കൊള്ള എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെ പുരുഷന് ഇഷ്ടമുള്ളത് ആവശ്യപ്പെടാൻ അങ്ങനെയുണ്ടോ? എങ്ങനെയാണ് അതിന്റെ നിയമം? സ്ത്രീ ചോദിച്ചാലാണ് ഞാൻ ചോദിച്ചത്. അതെ, അവിടെ പുരുഷന് ആവശ്യപ്പെടുന്ന കോമ്പൻസേഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്, സ്ത്രീ മോചനം നേടുകയാണ്. അല്ലാതെ പുരുഷന് സ്ത്രീക്ക് കൊടുത്തത് മാത്രം തിരിച്ചു കൊടുത്താൽ പോരാ? അയാളെന്താ യോഗ്യത കൊടുക്കേണ്ടി വരും, അതാണ് നിയമം. ഈ നഫ്തലത്ത് ബിഹി, അല്ല അയാളെന്ന് ഞാൻ ഒരു രൂപ തരാം, നീ എന്നെ വിവാഹം നടത്തിക്കോന്ന് പറഞ്ഞാൽ അയാൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യും. അല്ല, അത് നിയമം. അപ്പൊ പുരുഷൻ എന്താ ആവശ്യപ്പെട്ടാലും കൊടുക്കേണ്ടി വരും. പുരുഷന് ഞാൻ ചോദിച്ചത്, സ്ത്രീ ആവശ്യപ്പെടാൻ പാടുണ്ടോന്നാണ് ചോദിച്ചത്. അതെ, ശരിയാണ്. പറയുമ്പോഴത്തേക്ക് എന്താണ്, അയാൾ പറയാൻ ഞാൻ തരുന്നില്ല എന്ന് പറഞ്ഞാൽ തരുന്നില്ല. സ്ത്രീക്ക് മോചനം നേടണം എന്ന് വന്നിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ സ്ത്രീ അങ്ങോട്ട് കൊടുത്തിട്ടല്ലേ മോചനം നേടുന്നത്, പിന്നെ എങ്ങനെയാണ് അവൾ ഇങ്ങോട്ട് ആവശ്യപ്പെടുക? അതന്നെ. പിന്നെ ഈ പറയുന്നത് പോലെ പരസ്പര സമ്മതത്തിന്റെ പേരിലാണ് അയാൾ ഇങ്ങോട്ട് കുറച്ച് വിട്ടുവീഴ്ച ചെയ്തുമൊക്കെ പോകുന്നത്. അതൊക്കെ പിന്നെ ഉഭയകക്ഷി സമ്മതത്തിന്റെ പ്രകാരം ചെയ്തു വരുന്നത്. അപ്പൊ ഈ പറഞ്ഞതുപോലെയൊക്കെ വരും. അപ്പോൾ ഈ സ്ത്രീ പുരുഷൻ സംരക്ഷണം കൊടുക്കാൻ സ്ത്രീക്ക് തയ്യാറാണ്, പക്ഷെ സ്ത്രീക്ക് അത് താല്പര്യമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പൊ സാധുവാകൂല്ലേ? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടീം അവിടെ ഉണ്ടാകണം. ഖാദിയും അവിടെ പറഞ്ഞത്, ഗ്രന്ഥങ്ങളിൽ പറയുന്നതെല്ലാം അവിടെ എന്താണ്, കോടതിയാണ് തീരുമാനിക്കുന്നത്. ഭർത്താവിന് അങ്ങനെ അനിയന്ത്രിതമായി ചോദിക്കാൻ അവകാശമില്ല. മറിച്ച് എന്താണ്, ഭർത്താവ് സ്ത്രീ എത്രയാണ് കോമ്പൻസേഷൻ കൊടുക്കേണ്ടത് എന്ന് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. മധ്യസ്ഥന്മാരാണ് വെക്കുന്നതിൽ അവര് തീരുമാനിക്കുന്നത്. അയാൾ സ്വീകരിച്ചിട്ട് മോചനം നൽകാൻ അയാൾ ബാധ്യസ്ഥനാണ് എന്നാണ് പറയുന്നത്. പിന്നെ ഇതന്റെ കാലം പറഞ്ഞല്ലോ ഉസ്താദ്, അത് ചെയ്യുമ്പോ ഒരു ആർത്തവ കാലം മാത്രം മതി എന്ന് ഞാൻ ഒരു ഫിഖ് സുന്നയിൽ അങ്ങനെ വായിക്കണ്ടായി. അത് എങ്ങനെ ചെയ്യുമ്പോ സ്ത്രീ 3 മാസം 10 ദിവസം ആചരിക്കേണ്ടതില്ല, ഒരു ആർത്തവ കാലം മാത്രം മതി എന്ന് ഇങ്ങനെ വായിക്കണ്ടായി. നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടോ.
ഉസ്താദേ ഞാൻ സുന്നത്ത് നോമ്പിന്റെ ചോദിച്ച ഇതുവരെ കിട്ടണോ? കിട്ടിയില്ല കിട്ടിയില്ലല്ലോ. എനിക്ക് ഇരിക്കാൻ പറ്റിയില്ല. അത് സുന്നത്ത് നോമ്പിനെ കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞാല് നമുക്ക് അത് ശരിയായി കണ്ടു കഴിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കി 3 നോമ്പ്, മാസത്തിൽ 3 നോമ്പ്. അത് ഞാൻ സ്വീകരിക്കുന്നു എന്ന നിലയ്ക്ക് എന്ത് ചെയ്യുക, സുന്നത്തെടുക്കുന്നു. അപ്പോഴേക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കും. അതിന് എന്ത് പ്രതിഫലമാണ് ഓഫർ ചെയ്തതെന്ന് എന്റെ മനസ്സിൽ വരുന്നില്ല. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അതേപോലെ ആഴ്ചയിൽ 1 ദിവസം നോമ്പെടുക്കാൻ, ആഴ്ചയിൽ 2 ദിവസം നോമ്പെടുക്കാൻ ഉദ്ദേശിച്ച ആള് തിങ്കളാഴ്ച നോമ്പ് എടുക്കുന്നു. തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ചത്, അതുകൊണ്ട് ഞാൻ ജനിച്ച ദിവസം നോമ്പ് വ്രതാനുഷ്ഠാനക്കാരനായി അള്ളാഹെ സമീപിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു വിശ്വാസം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പ്രതിഫലം ഓഫർ ചെയ്തായിട്ടൊന്നും കാണാൻ പറ്റില്ല. അതിനും എനിക്ക് കണ്ടെത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനത് കൃത്യമായിട്ട് പറയുന്നത്. 13, 14, 15 പിന്നെ തിങ്കളും വ്യാഴന്റെ അതിന്റെ പ്രത്യേകത എന്താന്നുള്ളതാണ് മോൻ ചോദിച്ചത്. പുണ്യം എന്താണ്? അയ്യാമുൽ ബീളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കാൻ പറഞ്ഞത്. അയ്യാമിൽ ബീവ് പറഞ്ഞാല് ഈ 13, 14, 15 അല്ലേ? 13, 14, 15 അയ്യാമുൽ ബീൾ എന്ന് പറഞ്ഞാൽ ചന്ദ്രനെ പൂർണ്ണമായിട്ടും കാണുന്ന ദിവസം. വെളുത്തലാകും. അർദ്ധരാത്രിയല്ലേ വെളുത്തലാകും. അത് ആ 3 നോമ്പെടുത്താൽ ഒരു മാസക്കാലം നോമ്പെടുത്തതിന്റെ പ്രതിഫലം, അതായത് ഒരു നോമ്പിന് 3 മാസം, അതായത് നമ്മളിപ്പോ ഒരു ദിവസത്തിന് 10 എന്നുള്ള പ്രതിഫലം ഉണ്ടല്ലോ. 10 എന്നുള്ള പ്രതിഫലം. അത് അങ്ങനെയൊക്കെ പറയപ്പെടുന്നതാണ്, വ്യാഖ്യാനിക്കപ്പെടുന്നത്. എല്ലാം വ്യാഖ്യാനങ്ങളാണ്. 10 ശരിക്കുള്ള ഉസ്താദ് ഒന്ന് ഗ്രൂപ്പിൽ ഇഷ്ടം. അതെ, 10 ആകുമ്പോഴത്തേക്ക് 30. അപ്പം എന്താണ്, അയാള് മാസം മുഴുവൻ നോമ്പെടുത്ത കൂലി കിട്ടും. അപ്പൊ എല്ലാ മാസവും 3 ദിവസം നോമ്പെടുത്താൽ കാലം മുഴുവൻ നോമ്പെടുത്ത കൂലി കിട്ടും. അതൊക്കെ വ്യാഖ്യാനങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതിൽ എന്ത് ചെയ്യണം, നമ്മൾ ആക്ടിവിറ്റി ആയിട്ട് തന്നത് എന്താണ്, സ്ത്രീലിംഗ ബഹുവചനം, അപൂർണ സ്ത്രീലിംഗ ബഹുവചനം. അപ്പൊ നമ്മൾ എവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ഇത് മാസ്റ്റർ ടേബിൾ എഴുതാൻ പറഞ്ഞല്ലോ. മാസ്റ്റർ ടേബിൾ ഓരോ ഗ്രൂപ്പിലും മാസ്റ്റർ ടേബിൾ ഉണ്ട്. അപ്പൊ ഫത്തഹ ഗ്രൂപ്പ്, ലറബ ഗ്രൂപ്പ്, സെമിയ ഗ്രൂപ്പ്, നസറ ഗ്രൂപ്പ്, ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ എന്ത് ചെയ്യാം, യഫ്തഹ്ന, യൻസുർന, അതേപോലെ യഅലംന പോലുള്ള ക്രിയകൾ അവിടെ എഴുതി വെക്കുക. സ്ത്രീലിംഗ ബഹുവചനം നോക്കണ്ടി വരും. കണ്ടില്ലേ? അപ്പൊ എന്ത് ചെയ്യണം, യക്തുംന എന്ന് പറഞ്ഞത് നസറ ഗ്രൂപ്പാണ്. അപ്പൊ എന്ത് ചെയ്യണം, നസറ ഗ്രൂപ്പിനെ മാസ്റ്റർ ടേബിൾ എഴുതി വെച്ചിട്ടുണ്ടോ? എഴുതി വെച്ചിട്ടില്ലെങ്കിൽ അത് ഇനിയെങ്കിലും തയ്യാറാകണം. അപ്പൊ നമ്മൾ അന്ന് പറഞ്ഞതിന് ഇപ്പോഴാണ് നമുക്ക് അതിന്റെ പ്രായോഗികമായ ഈ രീതിയിൽ നമുക്ക് മനസ്സിലാകുന്നത്. അന്ന് നമുക്ക് ഇത്രയും പറഞ്ഞു തരാൻ പറ്റില്ല. നിങ്ങൾ എഴുതി വെക്കണമെന്നേ പറഞ്ഞുള്ളൂ. ചാർട്ട്, വലിയ ചാർട്ടിൽ എഴുതി വെക്കണം. അപ്പൊ എന്ത് ചെയ്യണം, അവിടെ ഹുന്ന ഹിയ ഫഅലത് ഹിയ തഫ്തഹു. അപ്പൊ ഹുന്ന യഫ്തഹ്ന. നസറ ഗ്രൂപ്പില് ഹുന്ന അപ്പുറത്തുണ്ടല്ലോ. അപ്പുറത്തുണ്ട്. പിന്നെ എഴുതേണ്ട കാര്യമില്ല. ഞാൻ 2 എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ നസറ പറഞ്ഞിട്ട് നമ്മുടെ കാര്യം നടക്കില്ല. ഇപ്പൊ നമ്മുടെ മനസ്സിൽ ഇതുവരെയും ഇത്രയും ആയ സ്ഥിതിക്ക് നമുക്ക് മനസ്സിൽ വേണ്ടത് ഹിയ ഫതഹത്ത് ഹിയ തഫ്തഹു. അപ്പൊ ഹിയ രണ്ടും എന്താണ്, ഏകവചനമാണ്. അപ്പൊ ഹിയ ഫതഹത്ത് ഹിയ തഫ്തഹു, അതിന്റെ താഴെ എന്ത് ചെയ്യണം, ഹുന്ന യഫ്തഹ്ന എന്ന് എഴുതിയിരിക്കും. ഹിയ തഫ്തഹു ഉണ്ടല്ലോ അവിടെ, അതിന്റെ താഴെ ഹുന്ന യഫ്തഹ്ന എന്ന് എഴുതിയിരിക്കും. അപ്പൊ നസറ ഗ്രൂപ്പിൽ പോയിട്ട് ഹുന്ന യൻസുർന. അപ്പൊ നിങ്ങളുടെ കയ്യിൽ മാസ്റ്റർ ടേബിൾ, നിങ്ങൾ വലിയൊരു കിതാബ് ഉണ്ടാക്കിയിട്ട് ആ കിതാബിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, കിതാബ് ഉണ്ടാക്കണം. A4 സൈസിലെ കിതാബൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ A4 സൈസിൽ അങ്ങനെ ഉണ്ടാക്കി വയ്ക്കുക. എന്നിട്ട് അതില് അവിടെ എഴുതി വയ്ക്കുക. അപ്പൊ വേറൊരു കളറിൽ എഴുതണം. എന്തെങ്കിലും എടുത്തു കാണിക്കത്തക്ക രീതിയിൽ എഴുതണം. അപ്പൊ നമുക്ക് സ്ത്രീലിംഗ ബഹുവചനം നമ്മൾ പഠിച്ചു, മനസ്സിലാവും. അതൊക്കെ ശരിക്കും പിന്നെ
കമ്മ്യൂണിക്കേറ്റീവ് അറബിക്ക് ശരിക്കും പഠിച്ചല്ലേ, ഇതെല്ലാം പഠിക്കേണ്ടി വരും. എന്നിട്ട് ഇത് പഠിക്കും നിങ്ങള്. അതായത് ഇപ്പൊ ഞാൻ എന്താണോ പറയുന്നത് അത് ചെയ്ത് പഠിക്കുക. അപ്പൊ എന്താവും, അതിന് അതിൻ്റെതായ പ്രയോജനം കിട്ടും. കമ്മ്യൂണിക്കേറ്റീവ് അറബിക്കാനും ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും, അതെല്ലാം പഠിച്ചു വയ്ക്കണം. ഇതെന്താണ്, ഇത് വളരെ സിമ്പിളാണ്, സിമ്പിൾ ലളിതവും. കുറേ സംഗതി ഖുറാൻ പഠനത്തിന്റെ സൈറ്റുകളൊക്കെ പരിശോധിച്ചിട്ടൊക്കെ വന്നിട്ട് ഒരാൾ ഇന്ന് ഇപ്പൊ അരമണിക്കൂറോ എപ്പോഴും വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാ. വിളിച്ചാൽ അരമണിക്കൂർ വേഗം കട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ആ സൈറ്റിൽ പോയി നോക്കണം, അവിടെ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മളെക്കാളും വലിയ സംഭവം ഉണ്ടെന്ന് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ സംഭവം തന്നെയാണ്, പക്ഷെ അദ്ദേഹം വേറെ ചില വിശദീകരണങ്ങൾ പറയുന്നുണ്ട് എന്ന് പറയുന്നതല്ലാതെ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള സംഭവം വേറെ എവിടെ നിന്ന് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇതേ രീതിയിൽ ചെയ്യാൻ പറയും. ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്താൽ അവിടെ സ്ത്രീലിംഗ ബഹുവചനം ചേർത്താൽ സ്ത്രീലിംഗ ബഹുവചനം ചേർക്കുക. നമ്മൾ പഠിച്ച 2 സ്ത്രീലിംഗ ബഹുവചനം നമ്മൾ 2 പഠിച്ചു, അതന്നെയല്ലേ? എന്താ പഠിച്ചത്? ഫതഹ, ഫതഹു, ഫതഹ്ത, ഫതഹ്തും, സ്ത്രീലിംഗ ബഹുവചനം എവിടെ പഠിച്ചത്? എന്താ പഠിച്ചത്? ഫതഹ്നാന്നുള്ള. ഫതഹ ഫതഹു അല്ല, അല്ല, നമ്മൾ സ്ത്രീലിംഗ ബഹുവചനം. പഠിച്ചില്ല. അത് നമ്മൾ സ്ത്രീലിംഗ ബഹുവചനം പിന്നെ ദ്വിവചനം നമ്മൾ പഠിച്ചില്ലല്ലോ. അല്ല, അങ്ങനെ പഠിച്ചില്ല. ഇപ്പൊ പഠിക്കാൻ അങ്ങനല്ല. പറഞ്ഞ അതാണ് മാസ്റ്റർ ടേബിൾ എഴുതി വയ്ക്കാൻ പറഞ്ഞല്ലോ. ആ ആ അത് മാസ്റ്റർ പഠിച്ചു. ടേബിള് 17 ഗ്രൂപ്പിന്റെയും മാസ്റ്റർ ടേബിൾ എഴുതി. ഫതഹ, ഫതഹ, ഫതഹു അങ്ങനെ അങ്ങനെ ദ്വിവചനവും. അതൊന്നും പോകേണ്ട കാര്യമില്ല. ഉം. നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ഫോളോ ചെയ്യും. അതായത് ചില ആൾക്കാർ വിശദമായ മനസ്സിലായി സംഗതികളെ കിട്ടില്ല എന്താണെന്നുള്ളത്. എല്ലാം പഠിപ്പിച്ചിട്ടതിന് ശേഷം അവരൊരു കാര്യം കൂടെ പറയും, വൈർഷാദ് ഉസ്താദിൻ വതൂല് സമാനി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞുതരും. എന്താണ്, ഒരു അധ്യാപകന്റെ ഗൈഡ് ലൈൻസ് സ്വീകരിച്ചുകൊണ്ടാണ് പഠനം നടത്തേണ്ടത്. നിങ്ങൾ ഞാൻ പറയുന്ന ഗൈഡ് ലൈൻസ് സ്വീകരിച്ച് പഠനം നടത്തി നോക്കൂ, പെർഫെക്റ്റ് ആയിരിക്കും എന്ന് ഞാൻ പറയുന്നു. അപ്പൊ നിങ്ങളുടെ അടുത്ത് മാസ്റ്റർ പറഞ്ഞെനിക്ക് ശരിക്കും മനസ്സിലായില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന പോലെ കേട്ടാല് ശരിയായിട്ട് പഠിക്കാം എന്നാണ് ഒറ്റവാക്കി പറഞ്ഞാൽ. നിങ്ങൾ വേറെ ആരെങ്കിലും പറയുന്ന പോലെ കേട്ടാൽ അവർ നിങ്ങളെ കൊണ്ട് കുഴിയിലായിരിക്കും ചാടിക്കുന്നത്. ഇല്ല, ഞാൻ ഈ ഉസ്താദിന്റെ തന്നെ. അപ്പൊ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു മാസ്റ്റർ ടേബിൾ എഴുതി വെക്കാൻ പറഞ്ഞു. ആ മാസ്റ്റർ ടേബിളിന്റെ അവിടെ ഹിയ ഫത്തഹത്ത് ഹിയ തഫ്തഹ് കൊണ്ട് ഹിയ തഫ്തഹിന്റെ താഴെ വേറെ ഒരു കളറിൽ എടുത്തിട്ട് ഹുന്ന യഫ്തഹ്ന എന്ന് എഴുതിക്കണം. എന്നിട്ട് നസറയുടെ മാസ്റ്റർ ടേബിൾ എഴുതിയിട്ടില്ലെങ്കിൽ നസറയുടെ മാസ്റ്റർ ടേബിൾ എഴുതുക. എന്നിട്ട് ഹിയ നസറത്ത് ഹിയ തൻസുറു എന്നെടുത്ത് അതിന്റെ താഴെ ഹുന്ന യൻസുർന എന്ന് എഴുതി വെക്കുക. അപ്പൊ നമ്മൾ പുതുതായിട്ട് പഠിക്കുന്ന ഒരു ഫോം, ഓക്കെ, ഇവിടെ തന്നെ യതറബ്ബസ്ന വന്നു, യൻസുർന വന്നു, യുഅ്മിന്ന വന്നു. അതൊന്നും പറയാൻ വിട്ടുപോയി കേട്ടോ. ഇൻകുന്ന യുഅ്മിന്ന ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന് പറഞ്ഞില്ലേ, വലാ യഹില്ലു ലഹുന്ന അൻ യക്തുംന മാ ഖലഖല്ലാഹു ഫി അർഹാമിഹിന്ന ഇൻകുന്ന യുഅ്മിന്ന. അപ്പൊ യുഅ്മിന്ന എന്താണ്? അതും ഇതിൽപ്പെട്ടതാണ്. പക്ഷെ അത് നമുക്ക് പെട്ടെന്ന് ആമന യുഅ്മിനു എന്ന് വരുന്നുണ്ട്, ആമന യുഅ്മിനു. അപ്പൊ യുഅ്മിനു എന്ന അവസാനം ഒരു ന്യൂനാണ്. അതിന്റെ കൂടെ യക്തുംന എന്ന് പറഞ്ഞിടത്ത് ഒരു നൂന് വന്നില്ലേ, ആ നൂന് സ്ത്രീലിംഗ അല്ല പെണ്ണുങ്ങളുടെ നൂൻ എന്നാണ് അറിയപ്പെടുന്നത്. യക്തുംന വന്നിടത്ത് കത്തമ യക്തും എന്നുള്ളത് അവിടെ ഉള്ളതാണ്. അപ്പോ അവസാനത്തെ നൂൻ എന്താണ്? സ്ത്രീലിംഗ ബഹുവചനത്തിന്റെ നൂനാണ്. അതിനാണ് പെണ്ണുങ്ങളുടെ നൂൻ എന്ന് പറയുന്നത്. പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ യുഅ്മിനു എന്നുണ്ട്. അതില് യക്തുംന പറഞ്ഞപ്പോ മീമിന് സുക്കൂനല്ലേ, അവസാനത്തെ അക്ഷരം മീമാണ്, മീമിന് സുക്കൂനാണ്. അപ്പോ അതേപോലെ യുഅ്മിനു എന്ന് പറഞ്ഞിടത്ത് അവിടെ നൂന് സുക്കൂൻ കഴിഞ്ഞിട്ടാണ് പിന്നെ അവസാനം പെണ്ണുങ്ങളുടെ നൂൻ ചേർക്കുന്നത്. അപ്പൊ ആ സുക്കൂനുള്ള നൂനും ഈ പെണ്ണുങ്ങളുടെ നൂനും കൂടെ ചേർന്നിട്ട് എന്തായി? ഷദ്ദുള്ള നൂനായി. ഇൻകുന്ന യുഅ്മിന്ന ബില്ലാഹി. അപ്പൊ കുന്ന എങ്ങനെ വന്നു? കാന കാന യക്കൂ. അപ്പൊ യക്കൂന് വരുമ്പോ എന്തായി? ഇൻ
യക്കൂന് കുന്ന, കാന കാനു, കുന്ത കുന്തും എന്നാണ്. കുന്തു അപ്പൊ എന്താണ്? കുന്ന ഈ കുന്ന എന്താണ്? കുന്നക്ക് അലിഫ് അപ്പൊ കുന്നാക്കൊരു അലിഫ്. ലഹുന്ന. അപ്പൊ കാന അവനായിരുന്നു, കാനു അവരായിരുന്നു, കുന്ന ആ പെണ്ണുങ്ങൾ ആയിരുന്നു. കേട്ടാ? അപ്പൊ കുന്ന അതൊക്കെ വളരെ 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 റെയർ ആയിട്ട് വരുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ. ഒരു കാര്യം, അതായത് മൂന്നക്ഷരമുള്ള ക്രിയകളിൽ സ്ത്രീലിംഗ ബഹുവചനം വരുന്നിടത്ത് അത് എഴുതി വെക്കാനാണ് പറഞ്ഞത്. ഹുവ ഹിയ ഫതഹത്ത് ഹിയ തഫ്തഹു എന്നിടത്ത് ഹുന്ന യഫ്തഹിന. ഉന്ന യഫ്തഹിന, പിന്നെ ഇത്രേ ഉള്ളൂ. ഉന്ന തഫ്തഹിനാന്ന് എഴുതണ്ടേ? അപ്പൊ മറ്റോടത്ത് പറയുന്നത് പോലെ കേൾക്കുക, അതാണ് ചെയ്യാൻ പറഞ്ഞത്. മനസ്സിലാവില്ല ശരിക്കും എന്താന്നുള്ളത്. മനസ്സിലായോ? അതായത് അള്ളാഹ് അനുസരിക്കാൻ പറഞ്ഞ ആരൊക്കെയാണ്? ആരൊക്കെ അനുസരിക്കാൻ പറഞ്ഞു? അള്ളാഹയും റസൂലിനെയും. പിന്നെ ആരെ അനുസരിക്കാൻ പറഞ്ഞത്? അധ്യാപകനെന്നാ പറഞ്ഞത്. ഖുർആൻ വായിച്ച് കൈകാര്യകർത്താക്കൾ. അപ്പൊ നിങ്ങളുടെ പഠനം കൈകാര്യം ചെയ്യുന്ന ആരാണ്? വേറെ ആരെയും അനുസരിക്കണമെന്ന് ഇതേപോലെ പറഞ്ഞിട്ടില്ല. അത്തിയുല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും. അള്ളാന്റെ ഓർഡറാണ്. നമ്മൾ അത് ഫോളോ ചെയ്യാതെയാണ് അവിടെ പോയിട്ട് കുറെ പഠിക്കുക, ഇവിടെ പോയിട്ട് കുറെ പഠിക്കുക, അപ്പുറത്ത് പോയിട്ട് കുറെ പഠിക്കുക. അവസാനം ഒരു ഉസ്താദിനെയും ഫോളോ ചെയ്ത് എവിടെ എത്തില്ല. അതേസമയം ഒരു ഉസ്താദാണെങ്കിൽ ഏത് ഉസ്താദാണോ പഠിപ്പിക്കുന്ന ആ ഉസ്താദ്, നിങ്ങളെ വിജ്ഞാനം കൈകാര്യം ചെയ്യുന്ന ആരാണോ അയാളെ ഫോളോ ചെയ്യുക. അയാൾ പറയുന്നത് കേൾക്കും. അത് നിങ്ങൾ എന്നെയാണ് ഗുരുനാഥനായി സ്വീകരിച്ചത്, ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾ തന്നെയാണ് ഗുരുനാഥനായി ഇതുവരെ അപ്പൊ അവിടെ എക്തും എൻസും അവിടെ ഒരു കാര്യമേ എഴുതാൻ പറഞ്ഞോളൂ. നിങ്ങൾക്ക് മനസ്സിലാകാത്ത എന്താ? പിന്നെ എന്താ അറിയില്ല, അതിന്റെ ടെസ്റ്റ് വിട്ടിട്ട് എന്താ അറിയില്ല. ഹിയ ഫതഹത്ത് ഹിയ തഫ്തഹു, ഹിയ തഫ്തഹുന്റെ താഴെ ഹുന്ന യഫ്തഹിന. എല്ലാ ടേബിളും ഉണ്ടാക്കി 17 ഗ്രൂപ്പിന്റെ. 17 ഗ്രൂപ്പിൽ നിങ്ങൾ 4 എഴുതാൻ പറഞ്ഞോളൂ. ഇപ്പൊ 4 ഗ്രൂപ്പിലാണ് ഇവിടെ എഴുതാൻ പറഞ്ഞത്. 10 ഗ്രൂപ്പില് 10 ഗ്രൂപ്പില് ഒന്നാണ് ഇപ്പൊ നിങ്ങൾ എഴുതാൻ പറഞ്ഞത്. അത് ലറബ് 10 ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പഠിച്ചത്? ലറബ് ഗ്രൂപ്പ്. ആയിക്കോട്ടെ. ഇപ്പൊ നമുക്ക് ലറബിയാണ് അടുത്ത ലറബ ഗ്രൂപ്പിൽ എന്താണ്? ഹിയ ലറബത്ത് ഹിയ തളിരിബു. ഹിയ തളിരിബുവിന്റെ താഴെ ഹുന്ന യളിരിബിന. ഹുന്ന യളിരിബിന. നിങ്ങൾ പഠിച്ചിട്ട് പിന്നെ കുറെ ആൾ കഴിഞ്ഞിട്ട് ഞാൻ പറയും ഹുന്ന യളിരിബിന. ഹുന്ന എന്താണെന്ന് ചോദിച്ചു. ഹിയ ഫതഹത്ത് ഹിയ തഫ്തഹു. ഹുന്ന എന്താണെന്ന് ചോദിച്ചാൽ അപ്പൊ പടപട പറയണം. ലറബ കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പഠിച്ചു? സമീഅ പഠിച്ചു. സമീഅ വരുമ്പോ ഹിയ സമീഅത്ത് ഹിയ തസ്മഉ എന്റെ താഴെ ഹുന്ന യസ്മഇന. അടുത്ത ഗ്രൂപ്പ് ഏതാ? നസറ ഗ്രൂപ്പ്. നസറ ഗ്രൂപ്പ് എന്ത് പഠിച്ചു? ഹിയ നസറത്ത് ഹിയ തൻസുറു എന്റെ താഴെ ഹുന്ന യൻസുർന. ഈ 4 ഗ്രൂപ്പ് ആദ്യം എഴുതി വെച്ചു. പിന്നെ നമുക്ക് 5 ഗ്രൂപ്പൊക്കെ നോക്കാം. അപ്പൊ മിന്നയൊക്കെ കിട്ടും. അതേപോലെ തറബസ്നയൊക്കെ കിട്ടും. യുസബ്ബഹ്ന എന്നൊരു വാക്കുണ്ട് കേട്ടോ ഖുർആനിൽ. യുസബ്ബഹ്ന. അപ്പൊ അതും പെണ്ണുങ്ങളുടെയാണ്. പെണ്ണുങ്ങളുടെ നൂൻ എവിടേക്ക് വരുന്നത് നിങ്ങൾ കണ്ടെത്തിയാൽ പെണ്ണുങ്ങളുടെ നൂനിന്റെ മുമ്പ് സുക്കൂൻ ഉണ്ടാവും. പെണ്ണുങ്ങളുടെ നൂനിന്റെ മുമ്പ് സുക്കൂൻ ഉണ്ടാവും. സുക്കൂൻ ഹയ്യ് യക്തുംന പോലെ. അപ്പൊ യൻസുർന യഫ്തഹ്ന യസ്മഅ്ന ഇവിടേക്ക് എന്താണ്? പെണ്ണുങ്ങളുടെ നൂനാണ്. യുസബ്ബഹ്ന എന്താണ്? പെണ്ണുങ്ങളുടെ നൂനാണ്. അതേപോലെ യതറബ്ബസ്ന അവിടെ ആയിക്കോട്ടെ. സ്വാദിന് പെണ്ണുങ്ങളുടെ നൂനിന് മുമ്പ് സുക്കൂൻ ഉണ്ടാവും പറഞ്ഞു, തൊട്ട് മുമ്പ്. അത് ന്യൂനായതുകൊണ്ടാണ്. സെയിം അക്ഷരം വന്നാൽ എന്ത് ചെയ്യാണ്? ശ്രദ്ധ കൊടുക്കണ്ടേ?
സെയിം അക്ഷരം അവസാനം വന്നാൽ ശ്രദ്ധ കൊടുക്കണം. ഏതക്ഷരായാലും അതിന് സുക്കൂൻ. ഇപ്പൊ ഇവിടെ മിന്നാന്ന് വന്നിടത്ത് നൂന് സുക്കൂനാണ്, പിന്നെ പിന്നെ ഫത്തഹുള്ള നൂനുണ്ട്, ആ രണ്ടും കൂടെ ചേർത്ത് ശ്രദ്ധ കൊടുത്തു. കുറെ കേട്ടാ മനസ്സിലാവും. ഇപ്പൊ ഒരു ശരിക്കുള്ള ഐഡിയ കിട്ടിയില്ല. കിട്ടുന്നില്ല എന്ന് വിചാരിച്ചതാണ് കിട്ടാത്തത്. അള്ളാഹ് തൗഫീഖ് ചെയ്യട്ടെ. നമ്മളെല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും അള്ളാഹ് നമുക്ക് നീക്കി തരട്ടെ. എല്ലാ സംഗതികളും എളുപ്പമാക്കി തരട്ടെ. നമുക്ക് വിജ്ഞാനം വർദ്ധിച്ചു തരട്ടെ. പ്രത്യേകിച്ച് ഖുർആനിക വിജ്ഞാനം, ഖുർആന്റെ ഭാഷ പിന്നെ ബൈഹാർട്ട് ആമീൻ. എല്ലാം അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. ബൈഹാർട്ട് എന്താണ്? ബൈഹാർട്ട് ആക്കാനുള്ളൊരു ലിങ്ക് കണ്ട് ഞാൻ അതിൽ തൊട്ടൊക്കെ ചെയ്തിന്. എനിക്കത് ബൈഹാർട്ട് ആക്കാൻ സമയം ഉണ്ടാവും എനിക്കറിയില്ല. ഞാന് ബൈഹാർട്ട് ആക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ലിങ്ക് തൊട്ടിരുന്നു. ഇപ്പൊ എന്തായി? അപ്പൊ നമ്മളെ ഓഫീസിലേക്കാണ് വന്നത്. പിന്നെ ഒന്നും കാണുന്നില്ല. അപ്പൊ അവര് പറഞ്ഞു പൈസ അടയ്ക്കാൻ. അങ്ങനെ പൈസ എങ്ങനെയാണ് ഒന്നും നോക്കിയില്ല. ഒന്നും പറഞ്ഞില്ലല്ലോ, ഒന്നും കിട്ടിയില്ല എനിക്ക്. ഓഫീസിലേക്ക് ഒന്നുകൂടെ പറയും, ഹിബിലാക്കണം, ഒന്നുകൂടെ പറയും. ഞാൻ ആ ലിങ്ക് തൊട്ടിട്ടുള്ളൂ. ലിങ്ക് തൊട്ടിട്ട് നേരെ ഓഫീസിലേക്കാ വന്നേ. അപ്പം അത് അയച്ചില്ല, സെൻഡ് ആക്കിയില്ല. പിന്നെ ഒന്നും എന്താ ചെയ്യേണ്ടത് മനസ്സിലായില്ല. പിന്നെ ഒന്നും കാണുന്നില്ല. ഉസ്താദെ അതുപോലെ ഒരു ദിനം ഒരു ഹദീസ് നിലയിൽ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അതും തന്നെ എന്താ അങ്ങനെ വരുന്നേ ഹദീസിന്റേത്? ഹദീസ് നിങ്ങൾ സ്വന്തം വായിച്ചു പഠിക്കാൻ വേണ്ടി ഇട്ടിരുന്ന മലയാളം ഹദീസ് എന്നുള്ളത് ഇങ്ങനെ വരുന്നുണ്ട്. അതും ഞാൻ ലിങ്ക് തൊട്ട് അത് പിന്നെ വന്ന് 2-3 എണ്ണം വന്നു. അത് പഠിച്ചിട്ടൊന്നും പഠിച്ചില്ല. പഠിക്കണം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട. ഒരു ദിവസം ഒരു ഹദീസ് വായിച്ചു. അപ്പം അത് നമ്മൾ അറിയാതെ വിജ്ഞാനം വർദ്ധിക്കും, വാക്കർത്ഥങ്ങൾ കിട്ടും. അതിന് വായിച്ചു ഒരു ദിവസം വായിച്ചു നോക്കിയാൽ മാത്രം മതി. അറബിയും മലയാളം വായിച്ചു നോക്കുക. അത് ഞാൻ വായിച്ചു നോക്കിട്ട് 3 എണ്ണേ വന്നുള്ളൂല്ലോ. അറബി വായിച്ചു നോക്കുക. അപ്പൊ മനസ്സിലായിട്ടില്ലെങ്കിൽ ആദ്യം വന്ന് ഞാൻ ഡിലീറ്റ് ആക്കി പോയി. താഴെ എഴുതിയിട്ടുള്ള ആ മലയാളം വായിച്ചു നോക്കുക. അപ്പൊ മനസ്സിലാവും. എന്നിട്ട് മാത്രമല്ല, ഇത് 10 പേർക്ക് അയച്ചു കൊടുക്കുക. ഇതൊക്കെയാണ് അയച്ചു കൊടുക്കുന്നത്. അല്ലാതെ വേറെ വരുന്ന റീൽസും ഒന്നല്ല അയച്ചു കൊടുക്കുന്നത്. ശരി, അള്ളാഹ് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റഹ്മത്തുക യാ അർഹമർ റഹീമീൻ സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലാ ലിഖാഇ ബിഇذنില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും സലാം. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി.